എല്ലാവരും ഗുഡ് വെരി ഗുഡ് ഈവനിങ് ഈവനിങ്. എവരിവൺ. ഗുഡ് എല്ലാവരും ഈവനിങ്. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് അഭിരാം. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഞാൻ 4 വർഷമായി ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു. നിലവിൽ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുന്നു. കൂടെ ഓൺലൈൻ ട്രെയിനിങ്സ് എല്ലാം എടുക്കുന്നുണ്ട്. ഞാൻ വിംബിൾ അക്കാഡമിയുടെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിന്റെ 21ാം ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വിംബിൾ അക്കാഡമിയുടെ കീഴിൽ നടത്തി വരുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഈ ട്രെയിനേഴ്സ് ടോക്ക് എന്ന് പറയുന്നത് ഈ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സ് പൂർത്തിയാക്കിയവരാണ് മുഖ്യ അവതാരകരായി ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ വിംബിൾ അക്കാഡമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ആളുകളുണ്ട് ട്രെയിനർ ആവണമെന്ന് ആഗ്രഹിച്ച് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് ഒട്ടേറെ അവസരങ്ങൾ നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ വിംബിൾ അക്കാഡമി എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഫൈസൽ സാർ, അർച്ചന മാം, ജാസ്മിൻ മാം, എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഫാക്കൽറ്റീസ് എല്ലാവരും നമുക്ക് തരുന്ന സപ്പോർട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. കാരണം ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിൽ വന്നാൽ ഒരു ട്രെയിനർ ആവും വരെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ മെച്ചപ്പെടണം, ഏതൊക്കെ രീതിയിലാണ് ട്രെയിനിങ് എടുക്കേണ്ടത്, അതിന് എങ്ങനെയൊക്കെ നമ്മളിൽ തന്നെ മാറ്റം വരുത്തണമെന്ന് ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായാണ് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ വഴികളിലൂടെയാണ് ഇതിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ ട്രെയിനിങ്ങിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ലൊരു പരിവർത്തനം കൊണ്ടുവരാൻ പ്രാപ്തരായവരാണ് ഈ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെയുള്ള മേഖലകളിലെല്ലാം അതിന് പ്രാപ്തരാണ്. അതെല്ലാം നമ്മൾ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യമൊന്നുമല്ല, വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ട്രെയിനർ ആവുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് നമ്മളൊരു വലിയൊരു സംഭാവനയാണ് നൽകുന്നത്, വലിയൊരു കാര്യമാണ് അവർക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ട്രെയിനേഴ്സ് ടോക്കിൽ മുഖ്യ അവതാരിക എത്തിയിട്ടുള്ളത് നമ്മുടെ ജിഷ ഉലഹന്നാൻ മാം ആണ്. മാം ഒരു കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റ് ആണ്. കൂടാതെ നമ്മുടെ ഗവൺമെന്റ് പ്രോജക്റ്റായ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന പ്രോജക്റ്റിന്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ ട്രെയിനിങ് എടുക്കാൻ പോകുന്നുണ്ട്. ഒരു റെമഡിയൽ ട്രെയിനറാണ്, കൂടാതെ ഒരു മോട്ടിവേഷൻ സ്പീക്കറുമാണ്. മാം നമ്മുടെ വിംബിൾ അക്കാഡമിയുടെ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ 20ാം ബാച്ച് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ മാമിനെ ഈ ട്രെയിനേഴ്സ് ടോക്കിലേക്ക് ഞാൻ ആർദവമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാം. നൗ ദ പ്ലാറ്റ്ഫോം ഈസ് യുവേഴ്സ്. താങ്ക് യു. താങ്ക് യു അഭിരാം സാർ. സാറ് നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. ശരിക്കും നമ്മളുടെ ഈ ട്രെയിനേഴ്സ് ടോക്കിന്റെ ശരിക്കും എല്ലാവരും തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ടീമാണ്. നമ്മുടെ വിംബിൾ അക്കാദമിയുടെ കീഴിൽ ഉള്ള ടീമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ട്രെയിൻ ദ ട്രെയിനേഴ്സ് കഴിഞ്ഞിട്ട് വന്ന സ്റ്റുഡൻസ് ആണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമുക്ക് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണിത്. ഈ ഒരു അവസരം തന്ന വിംബിൾ അക്കാദമിക്കും ഫൈസൽ സാറിനും അതുപോലെ അർച്ചന മാം, ജാസ്മിൻ മാം, സ്റ്റെഫി മാം, അങ്ങനെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന നിസാവ് സാർ, വർഷം, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുടെ കുറെ നാളത്തെ അധ്വാന ഫലമാണ് ഇപ്പൊ നമ്മൾ ഇന്നിവിടെ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി, പുതിയ പുതിയ കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റി. അതുപോലെ നമുക്ക് നമ്മുടെ നിഷ് ഏരിയ കണ്ടെത്താനും അത് കൂടുതൽ നന്നാക്കി കൊണ്ടുവന്ന് അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് നമുക്ക് കിട്ടിയ അറിവുകളും നമ്മുടെ അനുഭവങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കാനൊക്കെ കിട്ടിയ ഈ അവസരത്തിന് ആദ്യം ദൈവത്തിനും അതുപോലെ വിംബിൾ അക്കാദമിയിലെ ഓരോരുത്തർക്കും ഫൈസൽ സാറിനൊക്കെ നന്ദി പറയുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ് നമുക്ക് നോക്കാം അല്ലെ. ഇന്നത്തെ ടോപ്പിക് ഈ അടുത്ത കാലങ്ങളിലായിട്ട് നമ്മൾ ഒരുപാട് കേട്ട് തഴമ്പിക്കുന്ന, ഇപ്പൊ യൂട്യൂബ് ഒക്കെ തുറന്നാല് ഒരുപാട് നമ്മൾ കേൾക്കുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലേ, നാർസിസിക് പേഴ്സണാലിറ്റി, നാർസിസിക് ഡിസോർഡർ അല്ലെ, പേഴ്സണാലിറ്റി ഡിസോർഡർ ആണിത്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? പറയാവോ, ഷെയർ ചെയ്യാവോ? NPD നമുക്ക് കൗൺസിലിങ്ങിന് വന്നതിന് ശേഷമാണ് ഞാനത് അതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ റിസർച്ച് ചെയ്തും യൂട്യൂബിലെ വീഡിയോസ് കണ്ടുമൊക്കെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ വിംബിളിന്റെ തന്നെ 1-2 ക്ലാസ്സസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. ശരിക്കും ഒരുപാട് കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് നമ്മള്
കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സയന്റിഫിക് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആ ടേമിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടു തുടങ്ങി അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ് നോക്കാം. ഈ ഒരു റോമൻ പോയറ്റായ ഓവിഡിന്റെ ദ മെറ്റാഫോഴ്സസ് എന്ന ഒരു കവിതാ സമാഹാരത്തിലാണ് ആദ്യമായി ഈ ഒരു വേർഡ് ആദ്യമായിട്ട് ഈ ലോകത്ത് പ്രചരിക്കുന്നത് അല്ലെങ്കിൽ ലോകത്തിന് വെളിപ്പെടുത്തി കിട്ടിയതെന്നാണ് പറയപ്പെടുന്നത്. അതിലെ ഒരു കഥാപാത്രത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് ജലദേവതയുടെ ശാപം മൂലം വെള്ളത്തിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ പ്രണയിച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെ മുങ്ങി മരിക്കേണ്ടി വന്ന അതീവ സുന്ദരനായ ഒരു യുവാവിന്റെ പറ്റിയുള്ള കവിതയാണ് ആ കവിതാ സമാഹാരത്തിലുള്ളത്. ശരിക്കും ആ ഒരു വെള്ളത്തിൽ തന്റെ സുന്ദരമായ മുഖം കണ്ട് അതിനെ അങ്ങ് പ്രണയിച്ച് ഈ ലോകത്തെ പോലും മറന്ന് മറ്റുള്ളവരെയൊക്കെ മറന്ന് സ്വന്തത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് അങ്ങനെ അതിൽ തന്നെ വീണ് മരിക്കേണ്ടി വന്ന ഒരു ദുരവസ്ഥ. ശരിക്കും പറഞ്ഞ ഓരോ നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉള്ളവര് ശരിക്കും അവരുടെ അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കുറ്റങ്ങളാണ്, കുറവുകളൊക്കെയാണ് നമ്മൾ അവരിൽ കാണുന്നത്. പക്ഷെ അവർക്ക് ഒരു പക്ഷെ അതിൽ നിന്നും പുറത്ത് കടക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. ഇതൊരു ഡിസോർഡർ ആണെന്നുള്ള തിരിച്ചറിവ് പോലും പലപ്പോഴും മിക്കവർക്കും തന്നെ ഉണ്ടാകാറില്ല, അവർ അംഗീകരിക്കാറില്ല. അപ്പൊ അങ്ങനെ ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവള എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ദുരവസ്ഥയാണ് അവരുടേത്. അപ്പം ആ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ശരിക്കും പറഞ്ഞാൽ എല്ലാവരിലും കുറച്ചൊക്കെ ഉണ്ടാവുന്ന എനിക്ക് തോന്നാറ് അല്ലേ. നമ്മൾ ഒരു വിഭാഗത്തെ അങ്ങ് പൂർണ്ണമായിട്ടും അങ്ങ് മാറ്റി നിർത്തുന്ന അങ്ങനെ കുറെ പേരുണ്ടെങ്കിലും നമ്മളുടെ ഓരോ മനുഷ്യനിലും ഒരു ഏറ്റക്കുറിച്ചിലോടുകൂടെ ആ ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, എല്ലാ വ്യക്തികളും തന്നെ. പക്ഷെ അത് ഒരു പരിധിയിൽ കവിഞ്ഞ് കൂടുതലാകുമ്പോഴാണ് അതൊരു രോഗാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ട് രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് അത് വളരെ ബുദ്ധിമുട്ടായി തീരുന്നത്. അപ്പം സയന്റിഫിക്കലി ഇതൊരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. ഇതില് ഇൻഫ്ലേറ്റഡ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ്, അതുപോലെ ഡീപ്പ് നീഡ് ഫോർ എക്സസീവ് അറ്റൻഷൻ ആൻഡ് അഡ്മിറേഷൻ. നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും ശരിക്കും ഒരു സെൽഫ് ലവ്, സെൽഫ് ഇമ്പോർട്ടൻസ് അതൊക്കെ ആവശ്യമുണ്ട്, അതൊക്കെ അത്യാവശ്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രശംസയും, നമുക്ക് മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടണം. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്നെ പ്രോത്സാഹിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കും ആഗ്രഹമുണ്ട് നമ്മളെയും മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ. ആ ഒരു ആഗ്രഹം എല്ലാ മനുഷ്യർക്കും വേണം. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ എന്ത് വേണേലും ചെയ്യും എന്നൊക്കെ വിചാരിക്കുന്നതിലുപരി മറ്റുള്ളവരുടെ ഒരു അഡ്മിറേഷനോ അറ്റൻഷനോ ഒക്കെ ആഗ്രഹിക്കുക എന്നത് സ്വാഭാവികമാണ് അല്ലെ. മനുഷ്യർക്കുള്ള ഒരു കഴിവാണിത്. അവർക്ക് ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പ്രേരണ കിട്ടുന്നതാണ്. പക്ഷെ ഇവർക്ക് എക്സസീവ് ആയിരിക്കും. അവരുടെ ഒരു ആഗ്രഹം അവർക്ക് മാത്രം അറ്റൻഷൻ കിട്ടണം, എപ്പോഴും മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധാ കേന്ദ്രമാകണം, മറ്റുള്ളവർ അവരെ എല്ലാ കാര്യത്തിനും പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഓവറായിട്ടുള്ള എക്സസീവ് ആയിട്ടുള്ള ആ ഒരു ചിന്താ രീതികളാണ് അവരെ അങ്ങനെ ഒരു അവരുടെ റിലേഷൻഷിപ്സ് ഒക്കെ വളരെ ഭയങ്കര ട്രബിൾഡ് ആയിരിക്കും. അവരുടെ കൂടെ താമസിക്കുന്നവരൊക്കെ അവരെ കൊണ്ട് കഷ്ടപ്പെടുന്ന രീതിയൊക്കെ ആയിരിക്കും. അപ്പൊ ഇവർക്ക് മറ്റുള്ളവരോട് എമ്പതിയോ ഒന്നും തോന്നില്ല, അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇനിയിപ്പം ചിലർക്കൊക്കെ ഉണ്ടാവുമെങ്കിൽ അതൊരു ആക്ടിങ് പോലെയൊക്കെ അവരുടെ കാര്യം സാധിക്കാനായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്ത് അവരുടെ കാര്യങ്ങൾ നടത്തി കിട്ടാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് മാത്രമേ അവരുടെ എമ്പതിയൊക്കെ നിലനിൽക്കുള്ളൂ. അതുപോലെ തന്നെ അവര് ഒരു മാസ്ക് അണിഞ്ഞ പോലെയാണ്. അവരുടെ ആ ഉള്ളിലുള്ള ഭാവമോ രൂപമോ അവര് പൊട്ടിപ്പൊളിഞ്ഞൊരു പാത്രത്തിനോട് വേണമെങ്കിൽ ഉപമിക്കാം. അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞൊരു പാത്രത്തിൽ കുറെ സെലോ ടേപ്പ് ഒക്കെ ഒട്ടിച്ച് നല്ല വർണ്ണക്കടലാസ് ഒക്കെ ചുറ്റി അങ്ങനെ അങ്ങ് പോളിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നല്ല ഭംഗിയുള്ളത് എന്ന് പറഞ്ഞാൽ അകമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞാ ഇരിക്കുന്നെങ്കിലും അതാരും കാണാത്ത രീതിയിൽ കൊണ്ടു നടക്കാനായിട്ട് അവർക്ക് നല്ലൊരു ബിരുദായിരിക്കും. പക്ഷെ അവരെ ആരെങ്കിലും ഒന്ന് ക്രിറ്റിസൈസ് ചെയ്താ, അവരുടെ കുറവുകളോ എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ച, ചിലപ്പോ നമ്മൾ സാധാരണ ഒരു നോർമൽ ഒരു പേഴ്സണ് നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചു തന്നാൽ സന്തോഷമായിരിക്കും, അത് നന്നാക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവർക്ക് അങ്ങനത്തെ ക്രിറ്റിസിസം ഒന്നും ഏറ്റെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതൊന്നും അവർക്ക് അത് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ളവരായിരിക്കും. അപ്പം അതുപോലെ തന്നെ
അവരുടെ പ്രധാനമായ ഒരു ലക്ഷണം എന്ന് പറയുന്നത് തങ്ങൾ എന്തോ വലിയ ആളാണ്, തങ്ങളെ കഴിഞ്ഞും വേറെ ആരുമില്ല. അങ്ങനത്തെ പേഴ്സണാലിറ്റി ഉള്ള ഫാദേഴ്സോ അമ്മമാരോ അങ്ങനെയൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ അവര് ഒരുപാട് അവരുടെ കൂടെ ജീവിക്കുന്ന മക്കളാണെങ്കിലും പാർട്ട്ണർ ആണെങ്കിലും ഒക്കെ ഒരുപാട് കഷ്ടപ്പെടും. കാരണം അവർക്ക് എപ്പോഴും ഒരു അയാൾ മാത്രമേ ഉള്ളൂ, അവരുടെ അണ്ടറിലായിരിക്കണം എല്ലാവരും എന്നുള്ള ഒരു ഭയങ്കര ഒരു ശ്രദ്ധാ കേന്ദ്രമാവാനുള്ള വലിയൊരു ആഗ്രഹം. എപ്പോഴും അവരെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കണം, മറ്റുള്ളവരെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അല്ലെ? പക്ഷെ മിക്കവാറും അവരുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളൊക്കെ ആയിരിക്കും അവർ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ദയനീയ അവസ്ഥ. പക്ഷെ നമ്മള് അവരെ എപ്പോഴും ഇങ്ങനെ പാമ്പർ ചെയ്തുകൊണ്ട് ഇരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അവർക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അവര് റിലേഷൻഷിപ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു വിധത്തിലുള്ള ഒരു കോംപ്രമൈസിനും അവർ റെഡി ആവില്ല. അവരെപ്പോഴും അവരെന്താണോ വിചാരിക്കുന്നത്, അവരെന്താണോ തീരുമാനിക്കുന്നത്, അവര് ചിന്തിക്കുന്നത് അത് മാത്രമാണ് ശരി. അപ്പൊ മറ്റുള്ളവരൊക്കെ അവരുടെ അടിമകള്, അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ഉള്ളവരും കൂടി ആയിരിക്കും ഈ ഒരു പേഴ്സണാലിറ്റി ഉള്ളവരെന്ന് പറയുന്നത്. അപ്പൊ പുറമേ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, കോൺഫിഡൻസ് പോലെ നമുക്ക് തോന്നും. അവരുടെ സംസാരമൊക്കെ അങ്ങനെ ആയിരിക്കും കേട്ടോ. അങ്ങനത്തെ പേഴ്സണാലിറ്റികൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ആരെങ്കിലും പേഴ്സണാലിറ്റി? ഒത്തിരി പേരുണ്ട്. അതെ. അപ്പൊ ഈ ഒരു സമയത്ത് ഞാനിങ്ങനെ ഇതിന്റെ ഓരോ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വയം കൂടെ ഒന്ന് ചിന്തിക്കാട്ടോ. നമുക്കിങ്ങനെ മാറ്റാവുന്നതോ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും മറ്റുള്ളവർ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു കുറ്റം ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്താൽ അത് മറ്റുള്ളവർക്കാണ് അല്ലെങ്കിൽ അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നാണ് അവർ ചിന്തിക്കുക. അപ്പൊ നമ്മള് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനും കൂടി ഈ ഒരു അവസരം വിനിയോഗിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. നമ്മൾ ആരും പൂർണ്ണരല്ലല്ലോ. നമുക്കൊക്കെ ചെറിയ തരത്തിൽ ഒക്കെ ആ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ചെറിയ തോതിലൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ അതൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു അവസരവും കൂടി, അല്ലെങ്കിൽ കണ്ടെത്താനുള്ള ഒരു അവസരവും കൂടി ആക്കിയത് മാറ്റണം. അപ്പൊ എക്സസീവ് അറ്റൻഷൻ വേണം. പിന്നെ മറ്റുള്ളവരോട് ഒന്ന് അവരുടെ ആ ഇമോഷൻസ് മനസ്സിലാക്കാനായിട്ട്, മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനായിട്ട്. ഇപ്പൊ എനിക്കറിയാം ഒരു പാരന്റിനെയൊക്കെ കുഞ്ഞുങ്ങളെ എന്താവശ്യം പറഞ്ഞു കഴിഞ്ഞാലും ഒക്കത്തിനും നോ പറയാ. അല്ലെ, ഞാൻ പണ്ട് എനിക്കൊന്നും ഇല്ലായിരുന്നു, എനിക്ക് ചെരുപ്പില്ലാതെ നടന്ന്, അല്ലെങ്കിൽ ഒരു പെൻസിൽ 1 വർഷം ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ എന്ത് ചോദിച്ചാലും അങ്ങനത്തെ മറുപടിയാണ് അവര് പറയുക. അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് അത് അവർക്ക് ഒരുപാട് ഭയങ്കര, ഇന്നത്തെ കാലത്ത് അങ്ങനെ നടക്കുമോ? പണ്ട് ചെരുപ്പില്ലാതെ നടന്നിട്ടുണ്ടാവും, പണ്ട് ഒരുപാട് ദൂരം നടന്നിട്ടുണ്ടാവും, ഒരു ഡ്രസ്സും കൊണ്ട് 1 വർഷം പോയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നും പറഞ്ഞാൽ അപ്പൊ ആ പണ്ടത്തെ അതേ വെച്ചിട്ട് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന ആ ഒരു സാഹചര്യങ്ങളോ ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ആ ഒരു ചിന്തകളോ ഒന്നും മനസ്സിലാക്കാതെ പെരുമാറുന്ന പേരൻസിനെ എനിക്കറിയാം. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് സഫർ ചെയ്യും. കാരണം അവർക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു കൺട്രോളിങ് പേരന്റ് ആണ് അവർ. എങ്ങനെയെല്ലാം കൺട്രോൾ ചെയ്യാം, കൺട്രോൾ ചെയ്തിട്ട് അവരുടെ വരുതിയിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്താല് ഒരു പരിധി കഴിഞ്ഞാല് അവര് വിട്ടുപോകും ഇല്ലേ? ഇന്നത്തെ കുട്ടികളെയൊക്കെ അങ്ങനെ കൺട്രോളിങ് മാത്രമായിട്ട് സ്നേഹം കൊടുക്കണം, കെയറിങ് കൊടുക്കണം, എന്നിട്ട് നമ്മൾ അതിലൂടെ അവരെ ഒന്ന് നമ്മളുടെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചാൽ അത് നടക്കും. അല്ലാതെ ഒക്കത്തിനും നോ പറഞ്ഞ് കൺട്രോൾ ചെയ്യുക, എല്ലാത്തിനും നോ, എന്ത് പറഞ്ഞാലും നോ പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു പാരന്റിങ് രീതിയാണ് മിക്കവർക്കും. പണ്ട് ഒരുപാട് പേരൻസ് അല്ലെങ്കിൽ പിന്നെ അച്ഛന്മാർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അല്ലെ? അവരെ പേടിയായിരിക്കും, അവരുടെ മുന്നിലോട്ട് ചെന്ന് പെടാനായിട്ട്. നമ്മുടെ കഴിഞ്ഞ മുന്നത്തെ തലമുറയാണ്, നമ്മുടെ പാരന്റ്സിന്റെ ഒക്കെ തലമുറയായിരിക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അന്ന് എല്ലാവരും ഇങ്ങനെ പഞ്ചപുച്ഛ അടക്കി പേടിച്ച് അരണ്ട് ജീവിക്കുന്ന കുറെ പണ്ടത്തെ കാലത്തെ കാരണവന്മാരൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ അവർക്കുണ്ടായിരുന്നു എന്ന് അന്ന് ആരും വെളിപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ അന്നൊക്കെ അത് പ്രചാരത്തിൽ വന്നില്ല. അത് അവരുടെ ഭാഗ്യം. അല്ലെങ്കിൽ തുറന്ന് പറയാനായിട്ട് ധൈര്യമുള്ള ആരും ഉണ്ടായിരുന്നില്ല. അവർക്കെതിരെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എന്താ പറയാ, അടിച്ചമർത്തുക എന്നുള്ളൊരു രീതി. പക്ഷെ ഈ പുതിയ തലമുറയിൽ അതെല്ലാം നടക്കുമോ? അല്ലെ? പുതിയ തലമുറയിലാണ് ഇതെല്ലാം ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി ഇപ്പൊ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ആ ഒരു പാരന്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ പാരന്റ്സിന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് അവരെ നേർവഴിക്ക് നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഈ ഒരു കാലഘട്ടത്തില്
ശരിക്കും പറഞ്ഞാല് അത് അത്രയും ശ്രദ്ധയോടുകൂടി ഇരിക്കണം. നമ്മളിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കുറവുകളൊക്കെ അറിയാതെയാണെങ്കിലും വന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ വഴി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ടോ എന്നൊക്കെ ഇപ്പൊ അവരുടെ സംസാരത്തിൽ നിന്നും അവരുടെ പെരുമാറ്റത്തിൽ നിന്നൊക്കെ അല്ലെങ്കിൽ അവരോട് ചോദിച്ച് അത്ര ഫ്രീഡം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ തുറന്നു പറയാം. അങ്ങനെയൊക്കെ ഒരു രീതിയിലോട്ട് നോർമലായ ഒരു പേഴ്സണ് സാധിക്കും. പക്ഷെ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഒരു ചെറിയ ക്രിറ്റിസിസോ ഒരു ചെറിയൊരു തിരുത്തലോ അങ്ങനെ ഒരിക്കലും അവരെ കൊല്ലുന്ന ഇതിന് തുല്യമാണത്, അല്ലെ? അത് അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ വിചാരം എന്താ, അവര് ഭയങ്കര പെർഫെക്റ്റ് ആണ്, അവരെ കഴിഞ്ഞും ആരുമില്ല. ഒരുപക്ഷെ അവരൊക്കെ കുറെ നന്മകളൊക്കെ അവർക്കുണ്ട് കേട്ടോ, കുറെ നന്മകളുണ്ട്. പക്ഷെ അത് എപ്പോഴും ഞാൻ മറ്റുള്ളവരെ കഴിഞ്ഞ് ഒരുപാട് ഉയർന്ന ആളാണെന്നുള്ള ചിന്ത കൊണ്ട് തന്നെ ആ നന്മകളൊക്കെ കുടുംബത്തിനോ സമൂഹത്തിനോ ഉപകരിക്കാത്ത വിധത്തില് ആയിത്തീരും എന്നുള്ളതാണ്. അപ്പൊ ഈ ഡിസോർഡർ ശരിക്കും പറഞ്ഞാൽ ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടാണ് ഇത് അംഗീകരിച്ചിരിക്കുന്നത്, സയന്റിഫിക്കലി ഇത് അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ നമ്മളിപ്പോ ഓരോ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മളത് ഡയഗ്നോസ് ചെയ്ത് നിങ്ങൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്താതെ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ സഹായം ശരിക്കും പറഞ്ഞാൽ തേടേണ്ടതുണ്ട്. അപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ അത് ഒരുപാട് ജഡ്ജ് ചെയ്യപ്പെടുന്നുണ്ട്. അത് കണ്ടിട്ട് പരസ്പരം അത് നമ്മൾ കുറ്റപ്പെടുത്തിയത് കൊണ്ടൊന്നും ഒരിക്കലും ഒരു കാര്യമില്ല. അപ്പം ഒരു തുടക്ക കാലഘട്ടത്തിൽ ഇപ്പം ഒരു ഫാമിലി ലൈഫ് ആണെങ്കിൽ തുടക്ക കാലഘട്ടത്തില് ഇവര് സ്നേഹം ഭാവിച്ച് ഇപ്പൊ പാർട്ട്ണർക്ക് തോന്നുന്നു ഇവര് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ. പക്ഷെ അവരുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇവര് കുറച്ചൊക്കെ സ്നേഹവും ഒക്കെ കാണിക്കും. അപ്പം ഒന്നും മനസ്സിലാവത്തില്ല. കുറെ കഴിയുമ്പോഴാണ് എല്ലാ തരത്തിലും അവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന രീതി വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ഇങ്ങനെ വർഷങ്ങൾ കഴിയുന്തോറും അവര് തുടക്കത്തിൽ തന്നെ മനസ്സിലാവുമെങ്കിലും ഇത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് എല്ലാവർക്കും തന്നെ ഇപ്പോഴത്തെ പുതുതലമുറയൊന്നും ശരിക്കും പറഞ്ഞാൽ ഒട്ടും ടോളറേറ്റ് ചെയ്യും തോന്നണില്ല, അല്ലെ? അവര് ഒരുപാട് അവെയർ ആണ്. ഇപ്പൊ നമ്മളുടെയൊക്കെ തുടക്ക കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എല്ലാം ശരിയാവും, അല്ലെങ്കിൽ കുറച്ച് സ്നേഹമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വീണ് നന്നായിട്ട് പോകട്ടെ എന്നൊരു സ്റ്റാൻഡ് എടുക്കുന്നത് കൊണ്ട് ജീവിതം കുറെ മുന്നോട്ട് പോകും. പക്ഷെ ആ ഒരു രീതി തന്നെ തുടർന്നാല് എത്ര നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും എത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അത് അവസാനം പരസ്പരം മനസ്സിലാക്കാത്തിടത്തോളം കാലം അവസാനം അത് ഡിവോഴ്സിലൊക്കെ എത്തിത്തരുന്ന ഒരുപാട് കേസുകൾ എനിക്കറിയാം. അപ്പൊ നമ്മള് ഈ ഡിസോർഡർ ശരിക്കും പറഞ്ഞാൽ അതൊരു മാനസിക രോഗ അവസ്ഥയാണ്. ഇവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശംസ നേടാനും ഒക്കെ ഒരു ഭയങ്കര എക്സസീവായ ആഗ്രഹമാണ്. അപ്പൊ പക്ഷെ അത് അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നമുക്കത് ഇപ്പൊ ഒരു കൗൺസിലിങ്ങിനൊക്കെ പോണെങ്കിൽ തന്നെ അവരെ വിളിച്ചാൽ കിട്ടുവോ? വരുവോ? ഇല്ല. കാരണം അവരുടെ വിചാരം എന്താ, അവര് പെർഫെക്റ്റ് ആണെന്ന്, അല്ലെ? അവരെപ്പോഴും അവരുടെ പാർട്ട്ണറെ അല്ലെങ്കിൽ മക്കളെ ഒക്കെയാണ് അവര് കുറ്റപ്പെടുത്തുക. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുമ്പം നമ്മള് റിസർച്ച് ഒക്കെ നടത്തിയപ്പോൾ 75% ആണ് ജെൻസ് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളത് 75% ആണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ വിമൻ ആണെങ്കിൽ 25%. രണ്ടു കൂട്ടരിലും ഇവരുണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ കൂടുതലും കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ ആ റേഷ്യോ ഒക്കെ മാറും കേട്ടോ, അല്ലെ? കാരണം ഗേൾസും കുറച്ച് നല്ല സ്ട്രോങ്ങില്, അല്ലെ, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇപ്പൊ അങ്ങനെയായിരിക്കും. നമ്മൾ കുറച്ചു പേരെയൊക്കെ കാണുന്നുള്ളൂ ലേഡീസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ അടക്കി ഭരിക്കുകയും വീട്ടിലെ ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ നിലയ്ക്ക് നിർത്തി അവര് പറയുന്ന മാത്രം നടക്കുക. അങ്ങനെയുള്ളവരെയും ഒരുപാട് പേരെ പരിചയമുണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഹസ്ബൻഡ് ഒരുപാട് സഹിക്കും. അവര് പിന്നെ ഒരു മിണ്ടാപ്രാണിയെ പോലെ ഇവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് മാത്രം. പക്ഷെ ഈ ലേഡീസ് പ്രത്യേകിച്ചും ഭയങ്കര സ്മാർട്ട് ആയിരിക്കും എന്ന് പറയുന്നത്. ഓവർ സ്മാർട്ട് ആയിരിക്കും. അവര് കുടുംബം നടത്താനും ഒക്കത്തിനും നല്ല സാമർഥ്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ അംഗീകരിക്കുക, അവരുടെ കീഴിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു നീഡും കൂടെയാണ്. കാരണം ഹസ്ബൻഡ് എപ്പോഴും അവരുടെ താഴെയായിരിക്കും. പക്ഷെ അവരുടെ ഒരു കളിപ്പാവ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ രീതിയിൽ. പക്ഷെ അവര് കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകുക, നല്ല പേഴ്സണാലിറ്റി, അവരുടെ അട്രാക്റ്റീവ് ഒക്കെ ആയിരിക്കും അവരുടെ പേഴ്സണാലിറ്റി. എല്ലാത്തിനും മുന്നിട്ട് ഇറങ്ങി. ഇപ്പൊ ഹസ്ബൻഡ് ഇങ്ങനെ പാവം പോലെ ഒന്നും ചെയ്യാതെ ചിലപ്പോൾ വീട്ടു ജോലിയൊക്കെ ചെയ്ത് അടങ്ങി ഒതുങ്ങി നിൽക്കും. വൈഫായിരിക്കും
പുറത്തു പോയി ജോലി ചെയ്ത് കൊണ്ടുവന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ മക്കൾക്കാണെങ്കിലും ഈ അമ്മയാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ പിന്നെ അവരുടെ അവരുടെ ആ തീരുമാനങ്ങളായിരിക്കും ആ കുടുംബത്തിൽ നടത്തപ്പെടുന്നത്. അപ്പൊ ആ ഒരു ഹസ്ബൻഡിന്റെ ഇമോഷൻസ് ഒക്കെ അവിടെ പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇന്നത്തെ സ്ത്രീകള് ഒരുപാട് വേദനകളും ശാരീരികമായി ഒക്കെ മെന്റലി ഒക്കെ ഇമോഷണലി എല്ലാം വേദനകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ഡിസോർഡർ ഉള്ള ഹസ്ബൻഡ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞ അവരുടെ ഇതിനൊക്കെയുള്ള കാരണം. അങ്ങനെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവര് ഉള്ളിലെല്ലാം ഒതുക്കി ഒതുക്കി ഇത് ശരിയാവും. കാരണം ചെറിയൊരു സ്നേഹപ്രകടനമോ ചെറിയൊരു സപ്പോർട്ട് പോലെയൊക്കെ അവർക്ക് തോന്നും. പക്ഷെ അവരെ ഒരു ജോലിക്ക് വിടാനോ അവർക്ക് സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിൽ പിന്നെ അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരാനോ ഇതുപോലെയുള്ള പാർട്ട്നേഴ്സ് ഒരിക്കലും റെഡി ആവില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? എന്തായിരിക്കും അവിടെ പ്രശ്നം? ഇപ്പൊ വൈഫിന് ജോലിയൊന്നുമില്ല. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്ത് ഒരു ജോലിക്ക് വിടുക, അല്ലെ അവര് പഠിച്ചതാണെങ്കിൽ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ പ്രശ്നം? ഐഡിയ ഉണ്ടോ? അവര് ഇതേപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവരുടെ കൺട്രോളിൽ നിന്ന് വിട്ടുപോകും അല്ലെ? മറ്റതിങ്ങനെ ഇവരുടെ മുമ്പിൽ യാചകരെ പോലെ ഓരോ കാര്യത്തിനും ചോദിച്ച് നിൽക്കുക. ഒരു പുറത്തോട്ട് പോണ അനുവാദം വേണം, ഫ്രണ്ട്സിനോട് പോലും ഫോൺ ചെയ്യാനോ വീട്ടുകാരോട് പോലും ഫോൺ ചെയ്യാനോ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ അവരെ ഇങ്ങനെ അടക്കി ഭരിച്ച് അവരുടെ കാര്യങ്ങൾ മാത്രം ചെയ്ത്. പക്ഷെ എപ്പോഴും നമ്മൾ അവരിങ്ങനെ ഒരു എന്താ പറയാ ഒരു സെർവന്റിന്റെ ഒരു മൂടുപടമൊക്കെ അണിഞ്ഞ് ചെയ്തു കൊടുക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവര് കുറച്ച് ഇതൊക്കെ കാണിക്കും, ഒരു സ്നേഹം പോലെയൊക്കെ തോന്നിപ്പിക്കും. പക്ഷെ എന്തെങ്കിലും ചെറിയൊരു അതെ അർച്ചന മാം പറയുന്ന പോലെ പാർട്ട്ണർ ഡോമിനേറ്റ് ചെയ്യുന്നുള്ള പേടി വരും അല്ലെ? അത് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഡിവോഴ്സ് ഒക്കെ കൂടുതൽ ഉണ്ടാകാൻ കാരണം എന്താ? എല്ലാവരും തന്നെ സെൽഫ് സഫീഷ്യന്റ് ആണ്, എല്ലാവർക്കും ജോലിയുണ്ട്, എല്ലാവർക്കും സ്വന്തം കാലിൽ നിൽക്കാൻ ഉള്ള ഒരു സൗകര്യം അല്ലെങ്കിൽ ആ ഒരു രീതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അധികം എന്തു പറയും, അവര് സ്വന്തം കാര്യം നോക്കും. അപ്പൊ ആരും നമ്മളെ ഭരിക്കാനായിട്ട് സമ്മതിക്കില്ല. പക്ഷെ പണ്ടുകാലത്തും ഈ അടുത്ത കാലം വരെയും ഒരുപാട് പേര് ഇതിന്റെ പേരിൽ കുടുംബത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഒരു അടിമകളെ പോലെ ജീവിക്കുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലായിരിക്കും. അപ്പൊ ഇവരുടെ അബ്നോർമാലിറ്റി നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുമെങ്കിലും നമ്മളെ എങ്ങനെയാണ് ഇവര് ഒരു ഇതൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ എന്ന് കരുതിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. അതുപോലെ തന്നെ ജെൻസും അവരും ഇതുപോലുള്ള ഭാര്യമാരുടെ അടിമകളെ പോലെ നിന്ന് കൊടുത്താൽ ആ ജീവിതം മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ അവരെന്തെങ്കിലും കുറച്ചും കൂടി ഇവരെ കഴിഞ്ഞും കഴിവൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരിക്കലും അത് സ്മൂത്ത് ആയിട്ട് പോകില്ല. നമ്മളിപ്പോ ഒരാൾ അത്രയും താഴ്മയോടെ നിന്ന് കൊടുക്കുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമേ അവർക്ക് യാതൊരു വോയിസും ഉണ്ടാവില്ല, ഒരു അടിമകളെ പോലെ നിൽക്കുകയാണെങ്കിൽ. പിന്നെ ഈ പ്രത്യേകിച്ച് ഇവരുടെ ഒരു സ്വഭാവ സവിശേഷത ഇവർക്ക് എമ്പതി അല്ലെങ്കിൽ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ താഴ്ന്നവരോട് ഇവർക്കൊരു എമ്പതിയോ സ്നേഹമോ ഒക്കെ തോന്നാറുണ്ട്. ഒരു സിമ്പതി, എമ്പതി എന്ന് പറയാൻ പറ്റില്ല, സിമ്പതി തോന്നാം. ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അങ്ങനെയുള്ളവരുടെ സ്വഭാവങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. യാചകര് തിരിച്ച് അവർക്കൊന്നും കൊടുക്കാൻ കഴിവില്ലാത്തവരെന്ന് ഉദ്ദേശിക്കുക, അങ്ങനെയുള്ളവരടുത്തൊക്കെ ഭയങ്കര ഒരു സ്നേഹം കാണിക്കും. അപ്പൊ അവരുടെ മുന്നിൽ വലിയൊരാളാവാം, അല്ലെങ്കിൽ അവർക്കൊരു വലിയ സ്നേഹം തോന്നുമല്ലോ, ഇയാള് വലിയൊരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നന്ദി കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അതുപോലെ മൃഗങ്ങൾ തിരിച്ച് അവർക്കൊന്നും നമ്മളോട് ചെയ്യാൻ അല്ലെങ്കിൽ അവരൊരു അനുസരണ സ്നേഹം കാണിക്കുന്ന ആ ഒരു രീതിയിലുള്ളവരോട് മാത്രമേ അവർ ചെറിയൊരു പിന്നെ എമ്പതി അല്ലെങ്കിൽ സിമ്പതി എന്ന് പറയാൻ പറ്റില്ല, സിമ്പതി കാണിക്കുള്ളൂ. അപ്പം എപ്പോഴും അവരെ എപ്പോഴും പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവരെല്ലാ കാര്യത്തിലും അവരെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും ജീവിതം. പക്ഷെ പാർട്ട്ണർ ഒരുപാട് സഹിക്കേണ്ടി വരും. അവരൊട്ടും അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും അല്ലെ? അവർ അനുസരണ ഇല്ലാത്തവരാണ്, ഒട്ടും വീട്ടിൽ വളർത്തിയതിന്റെ കുറവാണ്, കുറ്റമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് റേസായി ഒരിക്കലും അവർക്കൊരു നല്ലൊരു കോംപ്രമൈസോ ഒരു സമാധാനപരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം ലെവലേശം പോലും അവരിൽ ഉണ്ടാവില്ല. കാരണം അവർക്ക് എപ്പോഴും തോന്നുക തങ്ങളെപ്പോഴും ഏറ്റവും നല്ലതാണ്, ഏറ്റവും പെർഫെക്റ്റ് ആണ്.
ബാക്കി ചുറ്റുമുള്ളവരൊക്കെ ഭയങ്കര പ്രശ്നക്കാരാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അവർക്ക് അവരിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ആര് പറഞ്ഞാലും അവർക്കത് മനസ്സിലാവത്തില്ല. ഇപ്പൊ ഈ NPD ക്യാരക്ടറൈസ്ഡ് സ്വഭാവത്തിന് ഒരുപാട് കുറച്ച് കോസസ് ഒക്കെ ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. അതിൽ കുറച്ച് കാരണങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ ശരിക്കും എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും ഒരു എക്സാക്റ്റ് ഒരു റീസൺ കണ്ടെത്തിയിട്ടില്ല. എങ്കിലും ഒന്നാമത്തെ ഒരു റീസൺ പറയുന്നത് ഹെറിഡിറ്ററി ആണെന്നാണ്. പാരമ്പര്യമായിട്ട് ഇത് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെ? അങ്ങനെ ഭയങ്കര സുപ്പീരിയോറിറ്റി ഉള്ള പാരന്റ്സിനെ കണ്ടു വളർന്ന മക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ ജീനിലും അങ്ങനെ ഒരു ഇത് കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു രീതി കണ്ടു വളർന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്വഭാവ രീതി തന്നെ അവര് തുടരുന്നതായിട്ട് കാണാം. അപ്പൊ അതൊരു ഡിസോർഡർ ആയിട്ട് രൂപപ്പെട്ടു വരും. പണ്ട് കാലത്ത് അങ്ങനത്തെ സ്വഭാവ രീതികളൊക്കെ കാണിച്ചാലും ആരും ചോദ്യം ചെയ്യാനില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് കൂടെയുള്ളവര് ടോളറേറ്റ് ചെയ്തോളണമെന്നില്ല. അപ്പോഴാണ് പ്രശ്നമാവുന്നത്. അന്ന് അവരെല്ലാം അടിച്ച് ഉള്ളിൽ ഒതുക്കി അവരുടെ ഒരു ദാസരെ പോലെ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അത് കണ്ടു വളരുന്ന മക്കള് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഈ തലമുറയിൽ അത് വലിയൊരു പ്രശ്നമാണ്. കാരണം എല്ലാവർക്കും കുറച്ച് ബുദ്ധിയും ബോധവും ഒക്കെ ഉണ്ടായത് കൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. രണ്ടു കൂട്ടരുടെ ഇടയിലും ഉണ്ട് കേട്ടോ ഇത്. ഇപ്പൊ ഒരു കൂട്ടർ ഞാൻ പറഞ്ഞല്ലോ, ഒരു കൂട്ടരെ മാത്രം പറയാൻ പറ്റില്ല. പിന്നെ ഇവർക്ക് ന്യൂറോ ബയോളജിക്കൽ പ്രോബ്ലം ആയിട്ട് ഇത് വളർന്നു വരാം. അവരുടെ ബ്രെയിൻ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഫങ്ഷണൽ ഒക്കെ ഉള്ള ആ ബ്രെയിൻ സ്ട്രക്ചറിലുള്ള ചില കുഴപ്പങ്ങളായിട്ട് അത് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് അവരുടെ സ്വഭാവത്തിന്റെ ഇറഗുലാരിറ്റി ഒക്കെ വരാനായിട്ട് അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെന്റും അതുപോലെ കൗൺസിലിംഗ് ഒക്കെ നടത്തി അവരെ ഒന്ന് അവയർനെസ് കൊണ്ടുവരുവാണെങ്കിൽ, അത് അസാധ്യമായ ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ക്യാരക്ടർ നോക്കിയാല് ആർക്കും അവരുടെ അടുത്ത് ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഹെറിഡിറ്ററി ആയിട്ടുണ്ടാവാം, ന്യൂറോ ബയോളജിക്കൽ ആയിട്ടുണ്ടാകാം, അതുപോലെ ചൈൽഡ്ഹുഡ് എൻവയോൺമെന്റ്, ഈ നെഗ്ലക്റ്റഡ് ചിൽഡ്രൻസിന് അങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചിന്തിക്കുക, ചെറിയ കുട്ടിയാവുന്ന സമയത്ത് വീട്ടിലിങ്ങനെ ശരിക്കും അറ്റൻഷൻ കിട്ടാതെ വളരും. പക്ഷെ അതിലും ഒക്കെ എനിക്ക് അറിയുന്ന ഒരു കേസ് ഉണ്ട്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അബോർഷന് വിധേയമാക്കാൻ കൊണ്ടുപോയിട്ട് 3-4 തവണ പോയി എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ പോയിട്ട് ഡോക്ടർ ഇല്ലാത്തതിന്റെ പേരിലൊക്കെ തിരിച്ചു വന്നിട്ട് ആ കുഞ്ഞ് ഉണ്ടായി. എന്നാ പിന്നെ കുഞ്ഞ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഉണ്ടായി. ആ കുഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര കെയറിങ് കൊടുത്തു. നല്ല മോനാണ്, ഒരു കുഴപ്പമില്ല, കൊടുത്തു. എങ്കിൽ പോലും ആ കുഞ്ഞിന്റെ ഉള്ളില് ആ നെഗ്ലക്റ്റഡ് ചൈൽഡ് എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് ആർക്കും വേണ്ടാത്തതാണ്. അപ്പൊ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ ആ ഒരു പാരന്റ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നെഗ്ലക്ട് ഇത് അവർക്കത് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെയും കുട്ടികൾ ആ രീതിയിൽ രൂപപ്പെടുവാനായിട്ട് പുറത്തു വന്നു കഴിഞ്ഞ് എത്രമാത്രം സ്നേഹം കൊടുത്താലും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്, ശരിയായ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാതെ വരുന്നു. അപ്പൊ ആ ഒരു രീതി ഭയങ്കര ഒരു പ്രശ്നമാണത്. പുറത്ത് വന്നു കഴിയുമ്പോ കുഞ്ഞിനെ കണ്ടു എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ല മിടുക്കനെ മിടുക്കിയാണ്. അപ്പൊ അവര് എത്രമാത്രം പൊന്നാരിച്ച് സ്നേഹിച്ച് ബാക്കി എല്ലാവരെയും കഴിഞ്ഞ് സ്നേഹിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞ കേസിൽ ഏറ്റവും ഇളയ ആളാണ്. അപ്പം മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് ഇയാള് ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ആ ആൾക്ക് ഈ പറഞ്ഞ പോലത്തെ ഒരു പേഴ്സണാലിറ്റി, ബാക്കിയുള്ളവരെല്ലാം എന്നെ കഴിഞ്ഞ് മോശക്കാരാണ്, ഞാനാണ് ഏറ്റവും സുപ്പീരിയർ, അവർക്ക് പേരൻസിന് എന്നെ ഏറ്റവും ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ഒരു ചിന്താരീതി വന്ന് ആരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇതേ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ്സിലോട്ട് കടന്നു വരുന്ന സ്വഭാവ രീതികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ആ ഒരു അവസ്ഥകളൊക്കെ ഇല്ലാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. പിന്നെ അമിത ലാളനം കൊണ്ടും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കായിരിക്കും സാധാരണ കേസിൽ അമിത ലാളനത്തിലൂടെ അങ്ങനെ വരാം. അപ്പം അല്ലെങ്കിൽ സാധാരണ കേസിലാണെങ്കിൽ പോലും പുറത്തു വന്നു കഴിഞ്ഞിട്ട് അമിതമായി ലാളിച്ച് മറ്റുള്ളവരെ കഴിഞ്ഞൊക്കെ കൂടുതൽ ഒരു സ്ഥാനം കൊടുത്ത് അങ്ങനെ മാത്രം എല്ലാത്തിനും എസ് പറഞ്ഞു കൊണ്ടുവരുന്ന, ഒന്നിനൊരു കുറവില്ലാതെ എല്ലാവരെ കഴിഞ്ഞും ഏറ്റവും നന്നായിട്ട് വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കും അങ്ങനെ വരാനായിട്ട് ഓവർ കെയറിങ്ങും ഓവർ സ്നേഹവും ലാളനയും മാത്രം കൊടുത്ത് വളർത്തുന്ന കുഞ്ഞുങ്ങൾക്കും അങ്ങനെ വരാനായിട്ടുള്ള സാഹചര്യമുണ്ട്. പിന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, പിന്നെ ഈ ചിൽഡ്രൻസ് ചെറുതായിരിക്കുമ്പോൾ പോലും എക്സസീവായ ബുള്ളിങ് അല്ലെങ്കിൽ ക്രിറ്റിസിസം
അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓവറായിട്ട് അത് മാത്രം കൊടുത്ത് വളർത്തുന്ന കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ഒരു സ്റ്റേജിലോട്ട്, ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലോട്ട് കടന്ന് അവരുടെ ജീവിതം നരക തുല്യമാകാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പൊ എക്സസീവായ ക്രിറ്റിസിസം പിന്നെ പാരന്റ്സിന്റെ അടുത്തുനിന്ന്, ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന് എപ്പോഴും മറ്റു കുട്ടികളുമായി താരതമ്യപ്പെടുത്തുക, കളിയാക്കുക, അങ്ങനെയുള്ളത് മാത്രം കിട്ടുന്ന കുഞ്ഞുങ്ങൾക്കും ഈ ഒരു രീതിയിൽ അവർ വളർന്നു വരുവാനായിട്ട് അവർ ഭയങ്കരമായിട്ട് അവരെ ഒറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ സ്വഭാവ രീതി അങ്ങനെ രൂപപ്പെടുവാനായിട്ട് ഇടയാകാറുണ്ട്. അവരുടെ ശരിക്കും അവരുടെ കോൺഫിഡൻസ് പോകുന്നു. അതേസമയം അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ആക്ട് കുറച്ച് വലുതായി കഴിയുമ്പോൾ മറ്റുള്ളവരെ അടിച്ചമർത്തുക, ഇതേ രീതി തന്നെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുക എന്നുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സ്വഭാവ വൈകല്യം അവരുടെ ജീവിതത്തിൽ വന്നു പെടാനായിട്ട് കാരണമുണ്ട്. ഇനി അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിൻ സ്ട്രക്ചറിലുള്ള ഒരു ഗ്രേ മാറ്റർ എന്ന് പറയും, ലെസ് ഗ്രേ മാറ്റർ. അപ്പൊ ഈ പാർട്സ് ഓഫ് ബ്രെയിനിലുള്ള വ്യത്യാസങ്ങൾ, അവർക്ക് എംപതി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവരുടെ ആ ബ്രെയിൻ സ്ട്രക്ചറിൽ ഉണ്ടാകാറില്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. അപ്പം ഇനി വേറെ നാർസിസിസ്റ്റ് സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സസീവ് സെൽഫ് ഇമ്പോർട്ടൻസ് ആണ്. എപ്പോഴും അവരുടെ ഹെൽത്ത്, അവരുടെ സൗന്ദര്യം, അവരുടെ സൗകര്യങ്ങള്. എനിക്കറിയാം, പിന്നെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ, വൈഫ് പ്രഗ്നന്റ് ആയ സമയത്ത് മൂത്ത കുട്ടി എടുത്തുകൊണ്ട് നടക്കുന്ന പ്രായം, അപ്പം വൈഫ് രണ്ടാമത്തെ കുട്ടിയെ പ്രഗ്നന്റ് ആണ്. അപ്പൊ അവർ ഒരുമിച്ച് ഒരു ഫ്രണ്ടിന്റെ ഒക്കെ വീട്ടിൽ പോവാം. അപ്പൊ ഹസ്ബൻഡ് ആ കുഞ്ഞിനെ എടുക്കുന്ന പോലും ഇല്ല. ഒരു 2.5 വയസ്സായ കൊച്ചിനെ എടുത്തോണ്ട് നടക്കണം, ഒരു 6 മാസമായ കുഞ്ഞ് വയറ്റിൽ കിടക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഭയങ്കര സങ്കടം പറഞ്ഞായിട്ട് പിന്നെ ഒരിക്കലും ആ മനുഷ്യന്റെ കൂടെ പുറത്തേക്ക് പോകാനോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവരങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇനി അവരുടെ നിർബന്ധം മൂലം ഒന്ന് പുറത്തോട്ടെ എന്ന് പോകണം എന്നുള്ള അവർക്ക് അവരുടെ ആരോഗ്യം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹസ്ബൻഡുമാരുള്ള വൈഫ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. രാത്രിയിൽ കുഞ്ഞ് കരഞ്ഞാൽ എടുക്കാനോ സഹായിക്കാനോ അതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ്. പണ്ട് കാലത്ത് എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ പേരൻസ് ഒക്കെ അങ്ങനെയായിരുന്നല്ലോ, നിങ്ങൾക്ക് എന്താ പ്രത്യേകത അങ്ങനെയൊക്കെ ചോദിച്ച് ആ ഒരു രീതിയിൽ ഇന്നും ബിഹേവ് ചെയ്യുന്ന അവരുണ്ട്. അപ്പൊ അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങള് ഇതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ എല്ലാം ഉള്ളിൽ ഒതുക്കുന്നവർക്ക് അവരുടെ ഫാമിലി ലൈഫ് ഭയങ്കര പ്രശ്നമായിട്ട് മാറി. അവരുടെ ഹെൽത്ത് പോവും, അവരുടെ എല്ലാ ഇമോഷൻസ് എല്ലാം അതിലൂടെ തകർക്കപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവൻ തന്നെ വലിയ പ്രശ്നത്തിലാവുന്ന രീതികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പെരുമാറ്റ വൈകല്യങ്ങളൊക്കെ അവർക്ക് ഒരിക്കലും ആ ഫാമിലിയൊക്കെ ഭയങ്കരമായിട്ട് അവര് ടോളറേറ്റ് ചെയ്തു, പക്ഷെ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുപോലെ അവരുടെ പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് പിണങ്ങുക, ഒരു കാര്യമില്ലാതെ പിണങ്ങുക. പക്ഷെ പിണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അവര് തിരിച്ച് ഇങ്ങോട്ട് മിണ്ടാൻ രണ്ടുപേരും പിണങ്ങിയ പരസ്പരം ഒന്ന് ആഗ്രഹം വേണമല്ലോ, ഒന്ന് അത് കോംപ്രമൈസ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഒരു ആഗ്രഹം പോലും പ്രകടിപ്പിക്കും. കാരണം എന്ത് കാരണം, സ്വയം അയാളാണ് കാരണം ഉണ്ടാക്കിയതെങ്കിൽ പോലും മറ്റുള്ളവരുടെ പേരിൽ കുറ്റം ചാർത്തി, ഞാനെല്ലാം പെർഫെക്റ്റ് ആണ്, അവരിങ്ങോട്ട് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഓർക്കുന്നു, 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ മിണ്ടാതെ വേണേ നടക്കും, അവള് പുറകെ ചെന്നില്ലെങ്കിൽ അവിടെ മിണ്ടില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ സ്വഭാവ രീതികളായിരിക്കും ഇക്കൂട്ടർ പ്രകടിപ്പിക്കാം. അതുപോലെ തന്നെ പക്ഷെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കുക, എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് അതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിനക്ക് ആ കുറവുണ്ട്, നിന്റെ വീട്ടിൽ നിന്ന് വളർത്തിയ കുഴപ്പമാണ്, ആ രീതിയിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതും ഇവരുടെ ഒരു സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം സ്വയം അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും ഇങ്ങനെ ആള് ചുറ്റും വേണം, അല്ലേ? അങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഓഫീസിൽ പോവാണെങ്കിൽ ടവൽ എടുത്തു കൊടുക്കണം, ഷർട്ട് തേച്ച് കൊടുക്കണം, ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെ ചെയ്തു കൊടുക്കത്തില്ല. പക്ഷെ ഈ ഒരു അടുത്ത കാലം വരെ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുത്തില്ല ഇവിടെ പ്രശ്നമാവും. എല്ലാം അങ്ങ് എടുത്തു കൊടുക്കണം, ബട്ടൺ വരെ ഇട്ട് കൊടുക്കണം, ഷൂ ഇട്ട് കൊടുക്കണം. അങ്ങനത്തെ ഒരു സ്വഭാവ രീതികളുള്ളവരെ ശ്രദ്ധിച്ചറിയാം. ആ ഒരു സ്വഭാവമാണ് അവർ പ്രകടിപ്പിച്ചത്. പക്ഷെ തുടക്കത്തിൽ തന്നെ അതിനെ ഒന്ന് കട്ട് ചെയ്യാനായിട്ടുള്ള ധൈര്യം, അല്ലെങ്കിൽ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ രണ്ടിലും തീരുമാനമാവും, അല്ലേ?
ഒന്നില്ലെങ്കിൽ അവസാനിപ്പിക്കും, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് രണ്ടും അല്ലാത്ത അവസ്ഥയിൽ എല്ലാം സഹിച്ച് നിൽക്കുന്നവരുടെ കാര്യം എന്താ പറയാ കട്ടപ്പുകയായിരിക്കും. അപ്പൊ അവരുടെ കുട്ടികളുടെ കാര്യം, ഇപ്പം സ്ഫടികം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? സ്ഫടികം, കുറച്ച് പഴയ സിനിമ, തിലകന്റെ ഒക്കെ സിനിമ അല്ലെ? അപ്പൊ അതിനകത്ത് അതിനകത്ത് തിലകൻ എങ്ങനെയാണല്ലോ അല്ലെ? അത് തന്നെ ചാക്കോ മാഷ്. ചാക്കോ മാഷ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അടിച്ചമർത്തി സ്വന്തം മോനായ മോഹൻലാലിനെ പോലും നീ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിലുള്ള പേരന്റിങ് ചെയ്താൽ തന്നെ ഇപ്പം കുട്ടികളാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും അതുപോലെ തന്നെ സ്വന്തം കുട്ടിയാണെങ്കിലും ഒക്കെ അവര് ഒന്നുമില്ലാതായി അവര് ഒന്നിനും കൊള്ളാത്തവരായിട്ട് മാറും. ഇപ്പൊ സ്വയമുള്ള ഒരു മതിപ്പോ സെൽഫ് ഇംപ്രഷനോ സെൽഫ് എസ്റ്റീമോ അങ്ങനത്തെ ഒന്നും കോൺഫിഡൻസ് ഒന്നുമില്ലാത്ത ആർക്കും ഉപകാരം ഇല്ലാത്തവരായിട്ട് ക്രിമിനൽസ് വരെ ആയി മാറുന്ന അവസ്ഥകളാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. അപ്പം നല്ല രീതിയിൽ ഒരു കോംപ്രമൈസേഷനോ അല്ലെങ്കിൽ ജീവിതം എല്ലാവരും നല്ല ശാന്തമായി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഭയങ്കര ഇറിറ്റേഷൻ ആണ്. എല്ലാവരും ഒന്ന് സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട്. അതിൽ തന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും തമ്മില് ഇവർക്കൊരു സോഷ്യൽ, ചിലർ ഓവർ ആക്റ്റീവ് ആയിരിക്കും കേട്ടോ. ഓവറായിട്ട് സോഷ്യൽ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് എല്ലാവരുടെ മുമ്പിൽ ഒന്ന് ആളാവുക, തന്റെ കഴിവുകളൊക്കെ വെളിപ്പെടുത്തുക. അത് ഞാൻ വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ടൈപ്സ് ഓഫ് NPD-യില് അതിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അവർക്ക് എല്ലാവരെയും ഇങ്ങനെ ഇംപ്രസ് ചെയ്യിക്കാനൊക്കെ ഒരു ശ്രമം നടത്തും. പക്ഷെ അതൊരിക്കലും ശാശ്വതമാവത്തില്ല. കാരണം അവരുടെ ചിന്താരീതികളും അവരുടെ സ്വഭാവ രീതികളൊക്കെ അതിന് അനുകൂലമായിരിക്കില്ല. അവര് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോ നമുക്കൊരു സിമ്പതിയൊക്കെ തോന്നും അവരോട്. പക്ഷെ അങ്ങനെയൊക്കെ തോന്നി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അങ്ങനെ കൊണ്ടുപോയാൽ തന്നെ അത് എന്തുമാത്രം അത് നിലനിൽക്കും? സന്തോഷകരമായിട്ടൊന്നും അല്ല കൊണ്ടുപോകുന്നേ. ഈ ഒരു പ്രസ്ഥാനമാണല്ലോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഉന്തി തള്ളി കൊണ്ടുപോകാം എന്നുള്ള രീതി കൊണ്ടുപോകുന്നവർക്ക് കുറെ കഴിയുമ്പോഴത്തേന് അവര് മടുത്ത് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കാണാറുണ്ട് അല്ലേ? അപ്പം പക്ഷെ ഇവർക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് വീടിനകത്ത് ഇങ്ങനെയൊക്കെ വലിയ ഭരണമൊക്കെ നടത്തി എല്ലാവരെയൊക്കെ ഒന്ന് ഒതുക്കി അവനവന്റെ കാൽ കീഴിലാക്കാൻ ശ്രമിക്കുന്നു. പുറത്ത് ചിലരെങ്കിലും, മിക്കവരും അവര് വേറൊരു മുഖമായിരിക്കും അല്ലെ? വേറൊരു മുഖമായിരിക്കും അവർക്ക്. അവര് ഭയങ്കര ഇന്നസെന്റ് ആയിട്ടും അവര് ഭയങ്കര ശാന്ത സ്വഭാവമുള്ളതായിട്ടും. എനിക്കൊരു ഒരാളെ അറിയാം. പിന്നെ വീടിനകത്ത് വരെ ഭയങ്കര ഒച്ചയും ബഹളമായിരിക്കും. പുറത്തിറങ്ങിയ വായിൽ നാക്കുണ്ടെന്ന് തോന്നത്തില്ല. അങ്ങനെ സംസാരിക്കുമോ എന്ന് പോലും അറിയാത്ത വിധത്തില് അവരങ്ങ് വേറെ ആളായിട്ടിരിക്കും. അപ്പൊ ഈ വീടിനകത്തുള്ള ആൾ ഇതിനെപ്പറ്റി വല്ലതും പറഞ്ഞ് വിക്ടിം വീടിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ വൈഫ് ആയിക്കോട്ടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അവര് ഈ ഒരു കാര്യം മറ്റുള്ളവരോട് പറഞ്ഞാൽ അവരൊരിക്കലും വിശ്വസിക്കത്തില്ല. കുടുംബക്കാര് പോലും വിശ്വസിക്കില്ല. അതെ, ആയിഷമ്മ പറയുന്ന പോലെ അവർ മറ്റുള്ളവരെ കൂടുതൽ പുറമേ ഉള്ളവരെ കൂടുതൽ അങ്ങ് സ്നേഹിക്കുന്നതായിട്ട് ഇപ്പൊ കാണുന്നവരോട് മുഴുവൻ ഭയങ്കര സ്നേഹം, അവരെ ഭയങ്കര കെയർ ചെയ്യുന്ന പോലെ, അവരെ മനസ്സിലാക്കുന്ന പോലെ, അങ്ങനെ ഒരുപാട് ആക്ടിങ് അവർ നടത്തും. പക്ഷെ വീടിനകത്ത് വരുമ്പോൾ വേറൊരാളാണ്. ഇപ്പം എനിക്കറിയുന്ന ഒരാളുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാല് എന്താണ്, നിങ്ങൾക്ക് ഇത്രയും മതി എന്ന് വരെ പറയുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മതി എന്നുള്ള രീതിയിൽ സഹിപ്പിക്കും. ഒരുപാട് ഇങ്ങനെയൊക്കെ ജീവിച്ചെങ്കിലേ ശരിയാവുള്ളൂ. പക്ഷെ അവര് പുറമേക്ക് അവർക്കൊക്കെ ഇന്ന് വേണോ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്നൊക്കെ അങ്ങോട്ട് ചോദിച്ച് അവരെ സഹായിക്കുക, ഭയങ്കര ഷോ കാണിക്കുക. അപ്പൊ അതൊക്കെ ഈ വീടിനകത്തിരിക്കുന്നവർക്ക്, ഈ വിക്ടിംസിനൊക്കെ കണ്ടു കഴിയുമ്പോ എന്താ പറയാ, മറ്റുള്ളവരോട് ഇവരിങ്ങനെ ഭയങ്കര ഫേക്കാന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. കാരണം അങ്ങനെയാണ് അവർ, ഇന്നസെന്റ് ആയിട്ടാണ് അവരെ തന്നെ അവര് വെളിപ്പെടുത്തുന്നത്. അപ്പം ആ ഒരു സ്വഭാവ രീതിയായിരിക്കും ഇവർക്ക്. ചില സമയങ്ങളിൽ ഇവർ ഭയങ്കര ഡിപ്രഷൻ അതുപോലെ ആങ്സൈറ്റി ഒക്കെ കൂടുതലായിട്ട് കാണിക്കും. ഇപ്പൊ എല്ലാ മനുഷ്യർക്കും തന്നെ ഒരു ചെറിയ തോതിലൊക്കെ ഡിപ്രഷനും ആൻസൈറ്റിയും ഒക്കെ ചെറിയ തോതിൽ എല്ലാവർക്കും തന്നെ വരികയും പോവുകയും ഒക്കെ ചെയ്യും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മൂലം. പക്ഷെ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് നമുക്ക് മിക്കവർക്കും ഉള്ള ഒരു കഴിവാണ്. പക്ഷെ ഇവർക്ക് പ്രത്യേകിച്ച് കാണാം, ഇവര് എന്തെങ്കിലും നിസ്സാര കാര്യത്തിനൊക്കെ ഭയങ്കരമായിട്ട് മിണ്ടാതിരിക്കുക, ദിവസങ്ങളോട് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെട്ട് ആവശ്യമില്ലാത്ത ഈ രണ്ട് രീതി, ഒന്നിലെ മിണ്ടാതിരിക്കുക, ഒന്നിലെ ദേഷ്യപ്പെടുക, അല്ലെ കളിയാക്കുക. അല്ലാണ്ട് നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ പുച്ഛിക്കുക അല്ലെ? പറയുന്ന ആള് അതൊന്നുമല്ല, ഒരു വിലയില്ല, എന്ത് വിലയുള്ള കാര്യമാണെങ്കിലും അത് പുച്ഛിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് ഇവർക്ക്. പക്ഷെ
ഒരു നോർമൽ ആയിട്ടുള്ള കോൺവെർസേഷൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. അവർക്ക് പക്ഷെ അവര് പുറമേ പോയിട്ട് അവർ ആ രീതിയിലൊക്കെ ചെയ്യും കേട്ടോ. എനിക്കൊരു കൗൺസിലറിനെയൊക്കെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളെയൊക്കെ അറിയാം. അവര് വീടിനകത്ത് വീട്ടിലുള്ളവരെ കേൾക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും അവർക്ക് നേരമില്ല, അറിയില്ല. പക്ഷെ പുറമെ അവർ ഭയങ്കര എന്താ പറയാ അഡ്വൈസ് ചെയ്യും, അവരെ ഭയങ്കര കാമാൻ അങ്ങനെയൊക്കെ ആക്കുന്ന സ്വഭാവ രീതികളൊക്കെ ഉള്ളവരുണ്ട്. പക്ഷെ അതൊന്നും ആരും അവര് എന്താ പറയാ ചങ്ക് പൊളിച്ച് കാണിച്ചാലും മനസ്സിലാവുന്നില്ല. പുറമെയുള്ളവർക്ക് മനസ്സിലാവില്ല, കുടുംബക്കാർക്ക് പോലും മനസ്സിലാവില്ല. ആ ഒരു വീടിനകത്തുള്ളവർക്ക് മാത്രമേ അവരുടെ ആ ഒരു രീതി മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഒരു വൈഫ് എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇനി വീഡിയോ ഒക്കെ എടുത്തു വെക്ക്, വീട്ടിൽ കിടന്ന് കാണിക്കുന്ന പോലെ, അല്ലാണ്ട് ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. വീഡിയോയോ ഓഡിയോ വോയിസ് ഒക്കെ എടുത്തു വെച്ചെങ്കിൽ പറഞ്ഞാൽ കാണിച്ചാൽ വിശ്വസിക്കുമായിരിക്കും. അല്ലാതെ നിങ്ങൾ പറയുന്നിടത്ത് ഇത് ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല. അങ്ങനെ ഒരു അത്രയും ഒരു ഡിഫറെന്റ് ആയിട്ട് രണ്ട് മുഖങ്ങളാണ് അവർക്കുള്ളത്. അപ്പം അങ്ങനത്തെ മനുഷ്യരാ ഒരുപാട് പേര്. പക്ഷെ ഈ വിക്ടിമിന് ഒരുപാട് വിഷമങ്ങള്, ആങ്സൈറ്റി, ഡിപ്രഷൻ, അവർക്കത് ശരിക്കും അത് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവര് ഒരു മെന്റൽ പേഷ്യന്റ് ആവുന്ന ഒരു രീതിയിലോട്ട് വരെ മിക്കവരും വരാറുണ്ട്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മള് ആത്മഹത്യകളും ഒളിച്ചോട്ടങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കുമായിരുന്നു, ഓ എന്താ ഇവർക്കതൊക്കെ എന്തിന്റെ കേടാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള കുറെ വീട്ടുകാരും ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്, അവരാരും മനസ്സിലാക്കുന്നില്ല, ഹസ്ബൻഡ് മനസ്സിലാക്കുന്നില്ല. അതുപോലെ സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ട് നമുക്കറിയാം റെയിൽവേ പാളത്തിലൊക്കെ മക്കളെ കൊണ്ടൊക്കെ മരിക്കുന്നവര്. അപ്പൊ അവർക്ക് പക്ഷെ ആരെങ്കിലൊക്കെ ഒന്ന് കേൾക്കാനുണ്ടെങ്കിൽ, ആരെങ്കിലും ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാല് അങ്ങനെ പിടിച്ചു നിൽക്കാൻ, എന്നാലേ ധൈര്യം കിട്ടുള്ളൂ. അല്ലാതെ വീട്ടിനകത്ത് നിന്ന് ഒരു സപ്പോർട്ടോ ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് പോലും ഒരു സപ്പോർട്ട് ഒരിക്കലും അവർക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പം അതുപോലെ തന്നെ ഇവർക്ക് ഒരിക്കലും അവരുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ, സ്വന്തം കടമകളും ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കാനോ അത് ശരിയായ രീതിയിൽ ചെയ്യാനോ അവർക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത്. പക്ഷെ മറ്റുള്ളവരുടെ കടമകള്, മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ, അതിനെക്കുറിച്ച് അവർ ഭയങ്കര ബോധവാന്മാരായിരിക്കും. അവരെപ്പോഴും മറ്റുള്ളവർ എന്തൊക്കെയാ, അവർക്ക് എന്തൊക്കെയാ കുറവുള്ളത്, അവരെന്തൊക്കെയാ ചെയ്യേണ്ടത്, അവരുടെ കടമകള് അവർ ചെയ്തില്ല, ഇങ്ങനെയുള്ള പരാതികള് അവര് വന്നു കയറുന്നതേ അങ്ങനെയായിരിക്കും. വീട്ടിലോട്ട് വന്നു കയറുന്നേ അവര് നോക്കുമ്പോ എല്ലാവരും ചെയ്യുന്നത്, ഇവര് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യത്തില്ല. അവര് അവരുടേതായ കുറച്ച് ലോകത്ത് അവരുടേതായ കാര്യങ്ങൾ മാത്രം ചെയ്യും. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം കൃത്യം എല്ലാം ചെയ്യണം എന്നുള്ള ഒരു രീതിയും കൂടെ. അപ്പൊ സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ അവർ ഭയങ്കര ഉദാസീനരായിരിക്കും. അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ട്രേഡ്സ് ഞാൻ പറയുന്നത് കേട്ടോ. വേറെ ടൈപ്സ് പലതുണ്ട്. അപ്പം അവര് ഉദാസീനരായിരിക്കും. അതേസമയം മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളോട് ഭയങ്കര അവർക്ക് അത് ചെയ്യാത്തതിലുള്ള നീരസമായിരിക്കും. അവർക്ക് എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും അസ്വസ്ഥതയായിരിക്കും, എവിടെ നോക്കിയാലും അസ്വസ്ഥത. അങ്ങനെയായിരിക്കും. പിന്നെ പേരൻസ് ആണെങ്കിൽ, ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, ഞാൻ ചെയ്യുന്നൊക്കെ ഇപ്പം വൈഫിനും മക്കൾക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ വീട്ടിലേക്ക് വാങ്ങുന്ന സാധനങ്ങൾ അങ്ങനെ പോലും അതൊരു ഔദാര്യമായിട്ട് അത് അതുപോലും തന്റെ കടമയാണെന്ന് അവർ അംഗീകരിക്കില്ല. നിങ്ങളൊക്കെ എന്റെ ഔദാര്യം പറ്റി ജീവിക്കുന്നവര്, ഞാൻ പറയുന്നത് കേൾക്കാൻ കടപ്പെട്ടവര്, അങ്ങനെ ഒരു മെന്റാലിറ്റിയോടെയൊക്കെ പെരുമാറി ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ? അല്ലേ? അപ്പൊ അങ്ങനെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു രീതിയാണ് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക്. അവർക്ക് തോന്നുകയാണ് ഇപ്പൊ എന്റെ ഔദാര്യത്തിലാണ് അവർ ജീവിക്കുന്നത്, ഞാനില്ലെങ്കിൽ അവർക്ക് എന്റെ ചോര വലിച്ചു കുടിച്ചാണ് അവർ ജീവിക്കുന്നത് എന്നൊക്കെ ഒരു അവര് ചെയ്യുന്നതിന് മുഴുവൻ അവർ ആ ഒരു മെന്റാലിറ്റി ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നവർക്ക് എന്തെങ്കിലും ഒരു നന്ദിയോ സ്നേഹമോ എന്തെങ്കിലും തോന്നുമോ? അല്ലേ? ആ ഒരു മെന്റാലിറ്റിയോടെ എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുമായിരിക്കും. അവര് കുറെ കരഞ്ഞ് ബഹളം വെച്ച്, കുട്ടികളാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ബഹളം വെച്ച് കഴിയുമ്പോൾ അവർ ചെയ്യും, ഒരു പക്ഷെ ചെയ്യും. മിക്കതും ചെയ്യില്ല, ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പൊ ഫീസ് കൊടുക്കുക അങ്ങനെയുള്ള കുറെ അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്യുള്ളൂ. പക്ഷെ അതുപോലും ഒരുപാട് കഷ്ടപ്പെടുത്തി വിഷമിപ്പിച്ച് അവർക്ക് ഒരു നന്ദിയോ സ്നേഹമോ ഒന്നും തോന്നാത്ത ഒരു സ്റ്റേജിലാണ് അവർ ചെയ്യുക. അപ്പം അതൊക്കെ ചെയ്യേണ്ട കാര്യമാണ്, ആർഭാടമല്ല. അതൊക്കെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി ഒരു നോർമൽ ആയിട്ട് അത് ചെയ്യുകയാണെങ്കിൽ അവരെ ഇപ്പൊ എനിക്കറിയാം, കുഞ്ഞുങ്ങളെയൊക്കെ ക്ലാസ്സിലൊക്കെ എഴുന്നേൽപ്പിച്ചൊന്ന് ഫീസ് കൊടുക്കണം, എന്തായാലും കൊടുക്കും. പക്ഷെ ആ ഒരു സമയം കഴിഞ്ഞ് എപ്പോഴും ഫൈനോടുകൂടെ, അപ്പൊ കുഞ്ഞിന് അത്രയും വിഷമമാണ് വരുന്നത്. അപ്പൊ അത് കിട്ടിക്കഴിയുമ്പോൾ പോലും ആ കുഞ്ഞിനൊരു നന്ദിയോ സ്നേഹമോ ഒന്നും തോന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിൽ മാത്രമേ ഇങ്ങനെയുള്ള ആൾക്കാര്
അവരെന്തേലും ചെയ്യുള്ളൂ. അപ്പൊ അവരത്രയും കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ബോധ്യം മറ്റുള്ളവരിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്ത അല്ലെ ആഗ്രഹം. പിന്നെ ഈ കൂട്ടർക്ക് മിക്കവാറും ധിക്കാരം നിറഞ്ഞ പെരുമാറ്റവും മനോഭാവവും എപ്പോഴും ഒച്ചയെടുത്തുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ നിന്ദിക്കുക, പരിഹസിക്കുക, അതുപോലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമോഷണൽ മാനിപ്പുലേഷൻ, എപ്പോഴും വൈകാരികമായി മറ്റുള്ളവരെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ വികാരങ്ങൾ, ഇമോഷൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവർ ഉപയോഗിക്കുന്ന കുറെ ടെക്നിക്സ് ഉണ്ട്, മാനിപ്പുലേഷൻ ടെക്നിക്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയും. എന്ന് പറഞ്ഞാല് ഈ വിക്ടിമിന്റെ യാഥാർത്ഥ്യ ബോധത്തെയും ചിന്താശേഷിയെയും മെമ്മറിയെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതി. അങ്ങനെ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ആൾക്കാരെ? അല്ലെ? ഇപ്പം എന്തെങ്കിലുമൊക്കെ അവര് വിഷമിച്ച് അല്ലെങ്കിൽ സത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് അതിനൊക്കെ ഒന്ന് പലതരത്തില് ചോദിച്ച് അതിനെ വേറെ വഴിക്ക് തിരിച്ചു കൊണ്ടുപോകും. അല്ലെ? ഒരേ കാര്യം തന്നെ പല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരേ കാര്യം തന്നെ പലരോട് ചോദിക്കും. മക്കളോട് ചോദിക്കും, പിന്നെ വൈഫിനോട് ചോദിക്കും. എനിക്കറിയാം, പിന്നെ കിടന്ന കിടപ്പിലുള്ള അമ്മയെ നോക്കുന്ന ഒരു വൈഫ്, ഹസ്ബൻഡിന്റെ അമ്മയെ നോക്കുന്ന വൈഫാണ്. അപ്പൊ കിടന്ന കിടപ്പിലാണ്, എല്ലാം ചെയ്തു കൊടുക്കണം. പക്ഷെ അവര് ഒരുപാട് ഈ വൈഫിനെ കഷ്ടപ്പെടുത്തിയവരുമാണ്. പക്ഷെ വൈഫ് വയ്യാതായപ്പോ നല്ലതായിട്ട് നോക്കുന്നു. പക്ഷെ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ചോദിക്കും, പിന്നെ നീ എന്തെങ്കിലും കൊടുത്തോ അമ്മയ്ക്ക്? മക്കളോട് ചോദിക്കും, അമ്മയ്ക്ക് വല്ലതും കൊടുത്തോ? അപ്പൊ കൊടുത്തു, ഓട്സ് കൊടുത്തു, പാൽ കൊടുത്തു, അങ്ങനെ കഴിക്കാൻ പറ്റുന്നൊക്കെ കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ കൊടുത്താലും തിരിച്ചും മറിച്ചും എല്ലാവരോടും ചോദിച്ച് അവസാനം ആ വൈഫിന്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിൽ അവര് പറയും, എന്നാ പിന്നെ വല്ല CCTV വെച്ചിട്ട് പോകത്തില്ലേ എന്ന് ചോദിപ്പിക്കും. അതുവരെ ഈ മനുഷ്യൻ അങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്നതിന് വരെ നമ്മൾ നല്ല മനസ്സോടെ അല്ലെങ്കിൽ അവര് നല്ല മനസ്സോടെ ചെയ്യുന്നതെങ്കിലും അതിനെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ, വിഷമിപ്പിക്കുന്ന രീതിയിൽ ആക്കി മാറ്റും. അവര് തിരിച്ചും മറിച്ചും ചോദിച്ച് അതിനെ ഓടിച്ച് അവസാനം ദേഷ്യവും വരുത്തി ചിലപ്പം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന രീതിയിലോട്ട് നമ്മളുടെ സ്വഭാവം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം അല്ലാതാക്കി മാറ്റും. അവരെ വേറൊരു വ്യക്തിയാക്കി മാറ്റുന്നത് വരെ അവരുടെ ആ ഒരു രീതി തുടരുമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ ആയിപ്പോവും. നമ്മള് തെറ്റായിട്ട് അല്ലെങ്കിൽ അവര് തെറ്റായിട്ട് പെരുമാറിയോ എന്ന് സ്വയം ഒരു കൺഫ്യൂഷൻ വരുന്ന രീതി ആകുന്ന ഇടം വരെ അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു വിഷമിപ്പിക്കുന്ന, ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ കൂടുതൽ ചെയ്യാൻ തോന്നും, അല്ലെ? ശുശ്രൂഷിക്കാൻ തോന്നും. ഇത് നിങ്ങളുടെ അമ്മയല്ലേ, വേണേ നോക്കിക്കോ എന്നുള്ള പറയുന്നിടം വരെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു സ്റ്റേജ് എത്തിക്കുന്നുള്ളതാണ്. അപ്പം ശരിയായ രീതിയിൽ കാര്യങ്ങൾ ശരിക്കും സത്യമായിട്ട് പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കാതെ ഇങ്ങനെ ചോദിച്ച് പ്രാന്താക്കി കളയുന്ന സ്വഭാവ രീതിയൊക്കെ അവർക്കുണ്ട്. അപ്പൊ അത് ഈ ശരിക്കും പറഞ്ഞത് ഒരുപാട് ടെൻഷൻ വരുന്ന രീതിയാണ്. അപ്പം ഇത് ഇങ്ങനെ ചെയ്ത് മറ്റുള്ളവരിൽ ഒരു ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഹോബി. അതിലൂടെ അവർ ഒരുപാട് സന്തോഷം കണ്ടെത്തും. അവരെ ഈ മറ്റുള്ളവര് എന്തെങ്കിലുമൊക്കെ എന്ത് നന്മ ചെയ്താലും അതിലൊക്കെ കുറ്റം കണ്ടുപിടിച്ച് അവരെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയ ആളായി, അവരുടെ മേലിൽ ആധിപത്യം എനിക്ക് കിട്ടി എന്നുള്ള ഒരു ഇത് വരുത്താൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതിനാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ വിക്ടിമിനെ ശരിക്കും ഇൻസെക്യൂർ ആക്കും, കൺഫ്യൂസ്ഡ് ആക്കും, നല്ല കാര്യങ്ങൾ പോലും മോശമാക്കി അതവിടെ അതിന്റെ എൻഡിങ്. കാരണം ആ സംസാര രീതികൾ കൊണ്ട് തന്നെ അവസാനം അത് മോശമായിട്ട്, പിന്നെ അവസാനം അത് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മറ്റുള്ളവരോട് വിളിച്ചു പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇവര് ചെയ്യിപ്പിക്കുന്നതായിരിക്കും മിക്കവാറും. അങ്ങനെ ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്കത് നിർത്താൻ പറ്റുള്ളൂ. അതുവരെ എത്തിച്ചിട്ട് അത് 4 പേരോട് പറയുക, അവൾ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇവന് അങ്ങനെ ആ ഒരു രീതിയിലോട്ട് ആക്കിക്കളയും. അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവ വൈകല്യം അവർക്കുണ്ട്. അതുപോലെ തന്നെ പ്ലേയിങ് ദ വിക്ടം. അപ്പം പിന്നെ ഒരു കാര്യമുള്ളത്, അവര് പിന്നെ ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് ആ സിറ്റുവേഷൻ വളരെ പ്രശ്ന കലുഷിതമാക്കിയിട്ട് അവര് ഒരു വിക്ടിമായിട്ട് മറ്റുള്ളവരുടെ മുമ്പില് സിമ്പതി നേടാനായിട്ട് പരിശ്രമിക്കും. അവർക്ക് മറ്റുള്ളവർ ചെയ്ത നന്മ അത് തിന്മയാക്കി വരുത്തി സ്വയം അല്ലെങ്കിൽ എന്റെ വൈഫ് അങ്ങനെയാണ്, അല്ല എന്റെ ഹസ്ബൻഡ് അങ്ങനെയാണ്, അവര് ഭയങ്കര ധിക്കാരാണ്, ഒരു അനുസരണയില്ല
ആ രീതിയിലോട്ട് കൊണ്ടുവരും. ആ സിറ്റുവേഷൻ, ആ നല്ലൊരു സിറ്റുവേഷൻ ആ രീതിയിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ മറ്റുള്ളവരുടെ സിമ്പതി നേടാനായിട്ടുള്ള ഒരു പ്ലേ നടത്തും അവര്. അപ്പം ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപാട് നിഷ്കളങ്കരായിട്ടൊക്കെ അഭിനയിക്കാനായിട്ട് ഇവർക്കൊക്കെ നല്ല ഒരു ചാതുര്യമുണ്ട്. അവരുടെ സ്വഭാവത്തിന്റെ രീതി തന്നെയാണ്. പിന്നെ അടുത്ത ഒരു ഇതാണ് മൂന്നാമത്തെ, പ്രൊജക്ഷൻ. സ്വന്തം പ്രവൃത്തികളും ചിന്തകളും മറ്റുള്ളവരിൽ ആരോപിക്കുക. ഇപ്പം സ്വന്തമായിട്ട് ചെയ്ത കാര്യങ്ങൾ, എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളൊക്കെ ആണെങ്കിൽ അത് ചെറിയ കള്ളം പറഞ്ഞിട്ട് മറ്റുള്ളവരെ ആരോപിച്ച് അവസാനം അവർക്ക് മറ്റുള്ളവർക്ക് തോന്നിപ്പോവും ഞാനാണോ ഇത് ചെയ്തതെന്നൊക്കെ തോന്നിപ്പോവും. ആ ഒരു രീതിയിലോട്ട് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. അതുപോലെ തന്നെ നാലാമതായിട്ടുള്ള ഒരു കാര്യമാണ് ലവ് ബോംബിങ്. അത് എന്താണെന്നറിയാവോ? ലവ് ബോംബിങ് കേട്ടിട്ടുണ്ടോ ആർക്കെങ്കിലും? ആ ബോംബ് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്ത് അതാണോ? ചിലരൊക്കെ ഗിഫ്റ്റ് കൊടുക്കും. അതെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടെ ഭയങ്കര സ്നേഹപ്രകടനമായിരിക്കും. അത് തന്നെ, ഭയങ്കര ഒരു സന്ദർഭങ്ങളില് ഭയങ്കരമായിട്ട് സ്നേഹിക്കും, എന്നിട്ട് അതിന്റെ ഇരട്ടി ദ്രോഹിക്കും. അത് കാരണം ഇവർക്ക് ഇട്ടിട്ട് പോകാനും വയ്യ. അതെ, അപ്പൊ സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു ബോംബ് എന്ന് പറയാം അല്ലെ. അതിനകത്തൊരു ബോംബായിരിക്കും. പക്ഷെ മിക്കവാറും സ്ത്രീകളൊക്കെ അതിനകത്ത് വീഴുക. അവര് വിചാരിക്കും ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര വാത്സല്യം, ഇത്രയും നല്ല ഹസ്ബൻഡിനെ കിട്ടിയല്ലോ എന്നൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെ ചിന്തിക്കും കേട്ടോ. പിന്നെയാണ് ശരിക്കുള്ള പുറത്തെ പൊതിയൊക്കെ അഴിച്ച് അകത്തെത്തുമ്പോഴാണ് ഇതൊരു ബോംബാണെന്നുള്ളത് മനസ്സിലാകും. അതുവരെ ഇത് നല്ല ആകർഷകമായ ഒരു സംഭവമാണെന്ന് നമ്മൾ വിചാരിക്കുക. അപ്പൊ അങ്ങനെ സ്നേഹത്തിൽ പൊതിഞ്ഞ് കാണിക്കുമ്പോ അപ്പൊ അതിൽ വീണു പോകും. പിന്നെയാണ് ശരിക്കൊരു അവസ്ഥ എന്താണ് അതിനകത്തുള്ളത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിലൊക്കെ പാവം സ്ത്രീകൾ പെട്ടുപോകുന്നുള്ള ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഉള്ളതാണ് ട്രയാങ്കുലേഷൻസ്. അതായത് ആളുകൾക്കിടയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കിയിട്ട് ഇവര് ആളാവാൻ ശ്രമിക്കും. പലരുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ഇപ്പം ഇവർക്ക് ഇപ്പൊ വൈഫിനാണെങ്കിൽ അവരുടെ ഇന്റിമേറ്റ് ആൾക്കാരോട് കുറ്റങ്ങളൊക്കെ പറഞ്ഞ് അവരെ തമ്മിൽ അടുപ്പിച്ച് അവരുടെ ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കുക എന്നുള്ള രീതിയും കൂടി ഇവരുടെ ഒരു സ്വഭാവ രീതിയാണ്. അതുപോലെ അപകീർത്തി പ്രചാരണം. ഇപ്പൊ മറ്റുള്ളവരുടെ വിക്ടിമിനെ ആട്ടോ ഉദ്ദേശിക്കുന്നത്. പുറത്തൊന്നും അവർ അങ്ങനെ അധികം കളിക്കില്ല. അപ്പൊ നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞ് അവർക്ക് അവരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇവര് നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു രീതിയൊക്കെ, സ്വഭാവ സവിശേഷതകളൊക്കെ ഇവർക്കുണ്ട്. ഇനി നമുക്ക് കുറെ ടൈപ്സ് ഉണ്ട് കേട്ടോ. അതിൽ പെട്ടെന്ന് നമുക്ക് നോക്കാം. 5 ടൈപ്സ് ഓഫ് നാർസിസിസം. അതില് എന്താ ഓവേർട്ട്, കോവേർട്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ചില നാർസിസ്റ്റുകള് എക്സ്ട്രോവേർട്ട് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഇടയിൽ ഭയങ്കര ആളാവാനുള്ള ശ്രമം നടത്തും. ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ പുറമെ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ഭയങ്കര സോഷ്യൽ സപ്പോർട്ടൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കും. അപ്പൊ അവരെ എക്സ്ട്രോവേർട്ട് അല്ലെങ്കിൽ ഓവേർട്ട് നാർസിസിസ്റ്റ് എന്ന് വിളിക്കും. അവര് പക്ഷെ വീട്ടില് നേരെ തിരിച്ചായിരിക്കും കേട്ടോ. വീട്ടില് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യില്ലായിരിക്കാം. പക്ഷെ പുറമെ അവര് ഭയങ്കര ആളായിട്ടൊക്കെ നടന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഇനി അടുത്ത ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ കോവേർട്ടാണ്. അപ്പൊ അവരെ കണ്ടാല് വീട്ടില് ഇതൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ പുറത്തിറങ്ങി അവരൊന്നും മിണ്ടുപോലും ഇല്ല. ഭയങ്കര സൈലന്റ് ആയിരിക്കും. മറ്റുള്ളവരുടെ മുമ്പില് ഭയങ്കര മാന്യമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി അങ്ങനെ എപ്പോഴും അവരൊരു വിക്ടിമാണെന്നുള്ള ഒരു മനോഭാവത്തോടെ ജീവിക്കുന്ന വ്യക്തികളാണ് കോവേർട്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മെലിഗ്നന്റ് നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പവറും ഡോമിനേഷനും അതോറിറ്റിയും. അപ്പൊ അവരൊക്കെ ഒരു വല്ലാത്തൊരു ക്രൂരതയും അതുപോലെ അങ്ങനെ ഒരു ഗുണ്ടായുസത്തിലേക്കൊക്കെ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ആന്റി സോഷ്യൽ ബിഹേവിയർ ഒക്കെ പ്രകടമാക്കുന്ന രീതികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു സ്വഭാവ സവിശേഷത്തിന്റെ ഓരോരോ സ്റ്റേജുകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ ഫിഷ്യൽ എന്ന് പറയും. അത് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അവർക്ക് ഭയങ്കര കാണിക്കലായിരിക്കും. അവർക്ക് എമ്പതി ഒക്കെ ഉണ്ടെന്നും. അപ്പം ഇവർക്കൊന്നും ശരിക്കും പറഞ്ഞാല് ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കില്ല. പിന്നെ ഉള്ളത് കമ്മ്യൂണൽ നാർസിസിസ്റ്റ് ആണ്. ഇവർക്ക് എപ്പോഴും ഇതും അതെ, മറ്റുള്ളവരുടെ മുൻപിൽ ഒരു നന്മ മരമായിട്ട് അവര് പ്രത്യക്ഷപ്പെടുക, ഒരുപാട് നന്മകൾ
ചെയ്യുന്ന അതുവഴി മറ്റുള്ളവരുടെ പുകഴ്ച കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ ഇവർക്കൊക്കെ ആണെങ്കിലും ഒരു ക്രിറ്റിസിസം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ അവരുടെ തനി സ്വഭാവം പുറത്തു കൊണ്ടുവരും കേട്ടോ. അതുപോലെ സ്പിരിച്വൽ ലെവലിലും ഇതുപോലെ നാർസിസിസ്റ്റുകളുണ്ട്. ആത്മീയത മാത്രം പ്രസംഗിച്ച് നടക്കുന്ന കുറെ ആൾക്കാര്, പ്രത്യേകിച്ച് അവർ ലീഡേഴ്സ് ആയിരിക്കും. മറ്റുള്ളവരെ കുറെ പേരെ ആശ്രിതരെ അവരെങ്ങനെ താഴെ നിർത്തിയിട്ട് അവരുടെ സപ്പോർട്ട് നേടിയെടുത്ത്, അല്ലെങ്കിൽ ഞാൻ എല്ലാരെ കഴിഞ്ഞും ഭയങ്കര സംഭവമാണ്, ഇവർക്കൊന്നും ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ അവരുടെ നിസ്സഹായ അവസ്ഥ, മിക്കവാറും തീരെ നിസ്സഹായ അവസ്ഥയിലുള്ള ആളുകളായിരിക്കും അവരുടെ കൂടെ ഉണ്ടാവുക. യാതൊരു നിവൃത്തിയില്ലാത്ത, ആരോഗ്യപരമായി സാമ്പത്തികപരമായി നിവൃത്തിയില്ലാത്ത കുറെ ആൾക്കാരായിരിക്കും ഇവരുടെ സപ്പോർട്ടീവ് ആയിരിക്കുന്നത്. അപ്പം അവര് അവരുടെ മുന്നിൽ വലിയ ആളായിട്ടും അവരെ ഇങ്ങനെ താഴ്ത്തി കുറച്ച് താഴ്ന്ന ലെവലിലുള്ളവരൊക്കെ ആയിട്ട് അവരെ മാറ്റിവെക്കും. അങ്ങനെ ഒരു ലെവലുള്ള. പിന്നെ ഏഴാമത്താണ് സെറിബ്രൽ നാർസിസിസ്റ്റ്. അപ്പൊ അവര് ബുദ്ധിയിലും കഴിവിലൊക്കെ ആശ്രയിച്ച് അവര് നല്ല രീതിയിൽ പിന്നെ അവരെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ ബുദ്ധിപരമായ രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുന്ന നാർസിസ്റ്റുകളും ഉണ്ട്. അപ്പൊ ഇത് ഓവർകം ചെയ്യാനായിട്ട്, ഹൗ ടു ഓവർകം ഇവരുടെ മാനിപ്പുലേഷൻസിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഇപ്പം മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണെങ്കിലും സ്വയം ആ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവരുടെ ഈ മാനിപ്പുലേഷൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി സ്പോട്ട് ചെയ്യുക, മനസ്സിലാക്കുക. ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇവരിത് ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ തുടക്ക കാലഘട്ടങ്ങളിൽ ഒന്നും അത് സാധിച്ചെന്ന് വരില്ല, പക്ഷെ കുറെ കാലങ്ങളുടെ അനുഭവം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ ഈ ബൗണ്ടറി സെറ്റ് ചെയ്ത് ആവശ്യങ്ങൾക്ക് മാത്രം സംസാരിക്കുന്ന, ഒരു ട്രാൻസാക്ഷണൽ വേയിൽ മാത്രം സംസാരിക്കുന്ന കുടുംബങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ അതിലും കവിഞ്ഞ്, കാരണം ഇവരോടൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവര് അംഗീകരിക്കത്തില്ല, ഒന്നും അവര് വില കൊടുക്കില്ല. അപ്പൊ അങ്ങനെ ആയിക്കഴിയുമ്പം ഒന്നും മിണ്ടാതെ വരെ ഓക്കെ മിണ്ടാതെ വരെ അവര് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പൊ സെറ്റ് ബൗണ്ടറീസ്, പിന്നെ അവരുടെ കോണ്ടാക്ട് ലിമിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സപ്പോർട്ട്, പ്രൊഫഷണൽസിന്റെയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് നേടുക എന്നുള്ളത് ഈ വിക്ടിംസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകും, ജീവിതം തന്നെ ഇല്ലാതായി മാറാനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടും നമ്മൾ മെന്റലായിട്ടും നമ്മളെ ഏറ്റവും കൂടെ നിൽക്കുന്ന കുറച്ച് ഒന്നോ രണ്ടോ പേരെങ്കിലും ഉണ്ടാവുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമുക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്നൊന്ന് പറഞ്ഞു വെച്ചോളൂ. ഒരുപാട് വലിയ വാസ്റ്റ് ഏരിയ ആണ്, ശരിക്കും വലിയൊരു പഠനം നടത്തേണ്ട മേഖലയാണെന്നാണ് എനിക്ക് ഇതിനെ കുറിച്ച് പഠിച്ചപ്പോൾ തോന്നിയത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. അഭിപ്രായങ്ങളോ എതിരഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. അർച്ചന മാം. മാം ക്ലാസ് കഴിയണ്ടെന്ന് തോന്നി. ഇനിയും ഒത്തിരി ഉണ്ട് എന്ന് മനസ്സിലായി. ഇനിയും ഒത്തിരി പറയാൻ. ഇറ്റ്സ് എ വെരി വാസ്റ്റ് ടോപ്പിക്. സോ അത് വേറൊരു ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമായിരുന്നു. കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത്. പഠനം നടത്തേണ്ട സബ്ജക്റ്റ് ആണ്. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഇറ്റ് വാസ് വെരി ഗുഡ്. ലൈക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട്, എക്സാമ്പിൾ ഓറിയന്റഡ് ആയിട്ട്, ലൈക്ക് നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ലൈക്ക് നമ്മൾ കുറേ എല്ലാം നമ്മുടെ ക്ലയൻസിലും നമ്മുടെ സ്വന്തം ലൈഫിലും എല്ലാം കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പം സോ ദാറ്റ് വാസ് വെരി ഡീപ്പ്, വെരി ഇൻസൈറ്റ്ഫുൾ. പിന്നെ ശരിക്കും ഇപ്പോഴത്തെ മാം പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നവരല്ല. ബിക്കോസ് ദേ ഹാവ് അവയർനെസ് നൗ. നാർസിസിസ്റ്റ് എന്താണ്, ടോക്സിക് പേഴ്സണാലിറ്റി എന്താണെന്നൊക്കെ ദേ നോ ഇറ്റ് വെരി വെൽ. ബിക്കോസ് ഇപ്പൊ നമ്മുടെ ടൈമിലൊന്നും സോഷ്യൽ മീഡിയ ഇല്ലല്ലോ. സോ നൗ സോഷ്യൽ മീഡിയ ഹാസ് ത്രോൺ സോ മച്ച് ഓഫ് എക്സ്പോഷർ ദാറ്റ് ഇപ്പോഴത്തെ ജനറേഷൻ അറിയാം വാട്ട് ഇസ് ടോക്സിസിറ്റി, നാർസിസം എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് ചെറുതിലേ തൊട്ട് അറിയാം. സോ ഐ തിങ്ക് നമ്മുടെ ജനറേഷനാണ് ഇത് കാരണം ഒത്തിരി സഫർ ചെയ്തതൊക്കെ. Anyways, thank you so much for bringing in this topic. It was really wonderful. Thank you. Thank you, Bindu ma'am.
മുരളി സാർ, ഗുഡ് ഈവനിങ്. ഇല്ലേ ഇനി. അതിലെ വളരെ റോൺ പോയറ്റ് ഓവിഡിന്റെ ഉം. മെറ്റമോർഫോസിസ് അല്ലേ, അതിന്റെ നാർസിസസിന്റെ ക്യാരക്ടറിനെയൊക്കെ ഉം. അതിന്റെ ബീജാവാപം ചെയ്ത് അതിന്റെ ഒറിജിനേറ്റ് ചെയ്തൊക്കെ പറഞ്ഞുകൊണ്ട് അതിമനോഹരമായിട്ടാണ് ഉം. ഇതിന്റെ ഒരു തുടക്കം. പിന്നെ അത് പറഞ്ഞ കൂട്ടത്തില് പിന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു എന്താ പറയുക, ക്രൈം ഇന്നർ ചൈൽഡ് ഈസ് വിതിൻ ഈച്ച് ആൻഡ് എവരി നാർസിസിസ്റ്റ് നമ്മൾ പറയാറുണ്ട് അല്ലേ സാധാരണ. ഉള്ളില് കണ്ടീഷൻ ലവ് ലഭിക്കാതെ പോയ, അല്ലെങ്കിൽ ഒരു പിന്നെ ചൈൽഡ്ഹുഡ് ട്രോമ അനുഭവിക്കേണ്ടി വന്ന, അപ്പൊ നാർസിസിസ്റ്റ് നമ്മൾ പലപ്പോഴും ഒരു എന്താ പറയാ, ഒരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടി കാണുന്നതിന് പകരം നമ്മൾ അങ്ങോട്ട് ഒരു വളരെ സിമ്പത്തറ്റിക് ആയിട്ടും എമ്പത്തറ്റിക് ആയിട്ടും കാണേണ്ടുന്ന ഒരു വ്യക്തിയാണ് ഈ നാർസിസിസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറെയൊക്കെ. കാരണം ഒരിക്കലും സ്വയം രക്ഷിക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിൽ പെട്ടുപോകുന്ന ഒരാളാണ്. പ്രധാനമായും മാഡം പറഞ്ഞു ഇതിന്റെ പിന്നെ ബയോളജിക്കൽ ഫാക്ടർ അല്ലെ, അതിന്റെ പിന്നെ ലെഫ്റ്റ് ആന്റീരിയർ ഇൻസുലയിലുള്ള ഗ്രേ മാറ്റർ ഇല്ലാതാവും. അതാണല്ലോ ഈ എമ്പതി സ്കോർ ചെയ്യുന്ന സാധനം. അത് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോ ചില ആളുകളിൽ ഒരിക്കലും എമ്പതി ഉണ്ടാവുകയില്ല, അവർ ദേ കാൺ ഫീൽ ദ പെയിൻ ഓഫ് അതേഴ്സ് എന്നുള്ള അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബയോളജിക്കൽ ഫാക്ടർ പറഞ്ഞു. പിന്നെ മറ്റൊന്ന് പറഞ്ഞ ഇപ്പം ഈ ട്രോമ എന്ന് പറയുന്നത് ഇപ്പോ ഫ്രോയിഡിന്റെ പ്രധാനപ്പെട്ട ഒരു വാചകം ഉണ്ടല്ലോ, അൺഎക്സ്പ്രസ്ഡ് ഇമോഷൻസ് വിൽ നെവർ ഡൈ, they will buried alive and will come forth later in uglier ways എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഒരു മറ്റൊരു ഫോർമാറ്റ് ആയിരിക്കും കുറെയൊക്കെ ഈ നാർസിസിസം എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ എന്തായാലും ഇതിന്റെയൊക്കെ എല്ലാ വഴികളിലൂടെ സഞ്ചരിച്ച് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു വിമർശനം പറയാനുള്ളത്, അതിന്റെ എക്സാമ്പിൾസ് വിമർശനമല്ല, ഞാൻ ഒരു ചെറിയൊരു എന്താ പറയുക, എൻ്റെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്നും പറഞ്ഞുവിടാ, എൻ്റെ ഒരു അഭിപ്രായം സജഷൻ പറയുന്നത്. ഈ അഭിപ്രായങ്ങളും ഉദാഹരണങ്ങളും ഒക്കെ പറയുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ നിന്ന് മാറി ഐ എം എ ലേഡി എന്ന അവസ്ഥയിലേക്ക് വന്നൊരു ജെൻഡർ ബയസ്ഡ് ആയി പോയോ ചില ഭാഗങ്ങൾ സംസാരിച്ചപ്പോൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ നാർസിസിസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും സ്ത്രീകളുടെ നാർസിസിസ്റ്റ് ആയാല് ആണുങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ്. ഈ എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ ഈ വിക്ടിം എന്ന് നമ്മൾ പറയുന്നുള്ളൂ, ശരിക്കും നാർസിസ്റ്റിനാണ് മാഡം വിക്ടിം എന്ന് പറയുന്നത്. പക്ഷെ നാർസിസ്റ്റ് ആണ് വിക്ടിം പ്ലേ റോൾ ചെയ്യുന്നത് അല്ലെ. അവര് ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യും അല്ലെ, ബ്ലെയിം ഷിഫ്റ്റിംഗ്, തന്റെ കുറ്റം മറ്റവരിലേക്ക് കാണിക്കുക, അതൊക്കെ പറഞ്ഞു. ഗ്യാസ് ലൈറ്റിങ്ങും ലവ് ബോംബിങ്ങും പിന്നെ ഇത് പറയാം ട്രയാങ്കുലേഷനും ഒക്കെ പറഞ്ഞു. അപ്പൊ അതിൽ ഏറ്റവും ഈ ബ്ലെയിം ഷിഫ്റ്റിങ്ങിലും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ എന്താ പറയാ വിക്ടിം റോൾ പ്ലേ ചെയ്യുന്നതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട റോള് ഈ ഫീമെയിൽ സംഭവിക്കാൻ. ഒരു വിക്ടിമായി അഭിനയിച്ചാൽ അതിന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ, അങ്ങനെയാണല്ലോ. പക്ഷെ വിക്ടിം റോൾ കളിക്കുകയും അതേസമയം അവർ നാർസിസിസ്റ്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കക്ഷി ഈ പാവം പിടിച്ച ഈ മെയിൽ എന്ന് പറയുന്ന കക്ഷിയിൽ അനുഭവിക്കുന്ന ശരിയാക്കി വിക്ടിം, അയാളുടെ സ്ഥിതി വളരെ അപകടമാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഇത് പറയുമ്പോ ഞാൻ ആണോ എന്ന ഒരു ഫെമിനിസ്റ്റ് ആണോ സംസാരിക്കുന്നത്, ഒരു സൈക്കോളജിസ്റ്റ് ആണോ സംസാരിക്കുന്നത് എന്ന് ഒരു വ്യവച്ഛേദിച്ച് പറയാൻ പറ്റാത്ത ഒരു നില ചില ഘട്ടങ്ങൾ വന്നുപോയോ എന്ന് എനിക്കൊരു സംശയം വന്നിട്ടുണ്ട് കേട്ടോ. അതെ, പക്ഷെ അതൊരു അധികം ലേഡീസ് ആണ് നമ്മളോട് ഈ കാര്യങ്ങൾ പറയുക എന്നുള്ളതാ. എക്സാമ്പിൾസ് ഒക്കെ അങ്ങനെ പറയാൻ കാരണം അങ്ങനെയാട്ടോ. അതായിരിക്കാം. പിന്നെ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അവര് എന്താ പറയാ, ഒരു യന്ത്ര മനുഷ്യനെ പോലെ ജീവിക്കുന്നവരെയൊക്കെ എനിക്കറിയാം. അത്രയും താഴ്മയോടെ നിന്നില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അവരങ്ങനെ ഒതുങ്ങിപ്പോവും. അങ്ങനെ ഒരുപാട് വിക്ടിംസ് ഉണ്ട്. അതെ, റേഷ്യോ ഉണ്ട്. പിന്നെ കൂടുതൽ ഇത് പറയുന്നതും സ്ത്രീകളായിരിക്കും. പുരുഷന്മാരതൊക്കെ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ കഴിയുന്ന ഒരു സ്വഭാവമാണല്ലോ അധികം പേർക്കും. പറയുന്നത് അതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ അവസ്ഥ അങ്ങേയറ്റം ദുരിതപൂർണമാണ്. അത് പറയൂല്ല. മറ്റേ 10 ആളോട് പറയും ഇങ്ങനെയാണ് എന്റെ സ്ഥിതി, മറ്റേ പറയില്ല, പറയാത്തവരാണ് ഈ ആത്മഹത്യ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ജെൻസിന്റെ ഇടയിലും അങ്ങനത്തെ കേസുകൾ ഉണ്ടാവും ആരോടും പറയാതെ അല്ലേ. തീർച്ചയായും. അപ്പൊ അതാണ് ഏതായാലും ഓവറോൾ പിന്നെ ഒരു സമയപരിധിക്കുള്ളിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഇത്. എന്നാലും ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും പരാമർശിച്ചു.
തൊട്ട് തലോടിയാണെങ്കിലും കടന്നുപോയി എന്നുള്ളത് വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു. Jisha ma'am, you're truly awesome. That was a perfect and beautifully delivered session on narcissism. Thank you so much. Actually, ma'am അത് പറയുമ്പോൾ വിത്തൗട്ട് എനി സെക്കൻഡ് തോട്ട്സ് കുറെ ആളുകളുടെ ഫേസ് ഇങ്ങനെ കടന്നു പോയി മനസ്സിലൂടെ. താങ്ക് യു അതെ സോ അതെ, മച്ച്. ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന ഒരു അതെ അതെ, ഇതാണ്. അത് യെസ് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മള് അവരോട് നമ്മൾ സിമ്പതി എമ്പതിക്കാണ് വേണ്ടത്. പക്ഷെ അത് അനുഭവിക്കുന്നവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായിരിക്കും. അത് കുറെയൊക്കെ ചെയ്യുവരും, കുറെയൊക്കെ ചെയ്ത് നോക്കും. അവർ എമ്പതി കാണിക്കും, സിമ്പതി കാണിക്കും, സ്നേഹം കാണിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ് അവസാനം അവർക്ക് മനസ്സിലാവുക. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് വെരി വണ്ടർഫുൾ ആൻഡ് ഇൻസ്പയറിംഗ്. താങ്ക് യു. അർച്ചന മാം, ഇറിപ്പയറബിൾ ആയ സംഭവമാണല്ലോ അല്ലേ? ക്യൂറബിൾ എന്തോ അല്ല, ക്യൂറബിൾ ആ അല്ല, അല്ല, അതല്ലേ? നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഭയങ്കര ഒരു അതിന്റെ അകത്തൊരു ഇത്. ബാക്കി പലതും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും പല കാര്യങ്ങൾ കൊണ്ട്. പക്ഷെ ഇവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാലും പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പൊ രണ്ടു കൂട്ടരിലും കേട്ടോ, ഞാൻ ഒരു കൂട്ടരെ തന്നെ പറയുന്നല്ല, രണ്ടു അല്ല, കൂട്ടരും ഞാനൊന്ന് കാരണം ഒരു നമ്മുടെ നമ്മളൊക്കെ പറയുന്നത് സ്ത്രീകളുടെ അധികം നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. രണ്ട് രീതിയിലും കേസസ് വരുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് വന്ന ഒരു 2 കേസ് കൗൺസിലിങ്ങിന് വന്നത് 2 മേലാണ്, 2 പുരുഷന്മാരാണ് വന്നത്. 2 പേരും വൈഫ് NPD ആയതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് ഒരാൾക്ക് പുറത്തു കിടക്കണം, മറ്റേ ആൾക്ക് ഈ പറഞ്ഞതുമാതിരി പുറത്തു കിടക്കാനുള്ള ഇതല്ല, അവളെ എങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റുമോ, എനിക്ക് കൂടെ തന്നെ ജീവിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് രണ്ടാമത്തെ ക്ലയന്റ് വന്നത്. അപ്പൊ റീസെന്റ് ലാസ്റ്റ് വന്ന 2 ക്ലയന്റുകളും തന്നെയാണ് ഹസ്ബൻഡ്സ് ആണ് വന്നത്, വൈഫിന് NPD എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 2 രീതിയിലും വരുന്നുണ്ട്. പിന്നെ കുറെ പേര് ഇത് NPD ആണെന്ന് പറഞ്ഞ ട്രീറ്റോ അങ്ങനെയൊന്നും നിൽക്കാതെ തല്ലി പിരിഞ്ഞ് ഡിവോഴ്സ് ആയി പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെ NPD എന്നുള്ള വിഷയം വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കേസസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് ചർച്ചയിൽ തോന്നിയത്, ഇന്നത്തെ കാലത്തെ കുട്ടികൾ അങ്ങനെയൊന്നും സഹിക്കുന്നില്ല, നിൽക്കുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം ഈ അടുത്ത കാലത്ത് വന്നൊരു കേസ് 23 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അത് ഈ ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടിയല്ലേ, 23 വയസ്സിലുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ കുറെ കേസസ് ഉണ്ട് എന്ന് പറയാം, കുറെ കേസസ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ മാതിരി ചെറിയ പ്രായത്തിൽ തന്നെ 16-17 വയസ്സ് കഴിയുമ്പോൾ തന്നെ റിലേഷൻഷിപ്പിലാവുകയും കല്യാണം കഴിക്കുകയും 23-24 വയസ്സാകുമ്പോഴാണ് NPD ആണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്നതും. ചിലവർ അന്ന് റിലേഷന് പുറത്തു വരും, ചിലർ സൂസൈഡിൽ എൻഡ് ചെയ്യും. പല ടൈപ്പ് ഓഫ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒട്ടാകെ അങ്ങനെ പറയാൻ പറ്റില്ല. ഇന്നത്തെ ജനറേഷനും അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ പലതും അറിയാം, അവർക്ക് അറിഞ്ഞിട്ട് പോലും NPD ആണെന്നറിയാം, ഇത് ലവ് ബോംബിംഗ് ആണെന്നറിയാം, എല്ലാം അറിഞ്ഞിട്ട് പോലും ആ റിലേഷനിൽ തുടരുന്ന ഒട്ടനേകം കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരുപക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു, തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല, ജോലിയില്ല, പ്രഗ്നന്റ് ആയി, കുഞ്ഞുണ്ട്, പല റീസൺസ് ആവാം. സോ എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് NPD എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അറിയാം, ഇങ്ങനെ ഉണ്ടെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനിടയിൽ ആരോ ചാറ്റ് ബോക്സിൽ ചോദിച്ചു, അതായത് സ്നേഹം കൊണ്ട് നമുക്ക് NPD മാറ്റാമോ എന്ന്. NPD സ്നേഹം കൊണ്ട് മാറ്റാൻ പറ്റില്ല, മാറ്റാൻ പറ്റും എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് നമ്മൾ 1, 2, 4, 10 വർഷങ്ങൾ തള്ളിപ്പോകുന്നത്. റീസെന്റ് ഒരു കേസ് എനിക്കറിയാം. അതില് മക്കളെ വലുതായി, കല്യാണം കഴിച്ചു, പേരക്കുട്ടികളായി, അതിനുശേഷം 60+ ആയതിനു ശേഷം ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ ഡിവോഴ്സ്ഡ് ആയി. അപ്പൊ അങ്ങനത്തെ കേസുകളും ഉണ്ട്. കാരണം അതുവരെയും അവർ സഹിച്ചു, ബിക്കോസ് അവർക്ക് അതിന് പുറത്തിറങ്ങി, അതെ, മക്കൾക്ക് വേണ്ടി അതിന് പുറത്തിറങ്ങാൻ പറ്റാതെ അവർ 60 വയസ്സ് പ്ലസ് വരെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം അവർ ഡിവോഴ്സ്ഡ് ആയി. കാരണം ഇനി ബാക്കിയുള്ള ജീവിതം എനിക്ക് ഇത് തന്നെ സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട്. സോ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഉണ്ട്, എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്, എല്ലാ പ്രായത്തിലുള്ളവർക്കും ഉണ്ട്. തിരിച്ചറിഞ്ഞിട്ടും ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാതെ, ഈ നേരത്തെ ജിഷ മാം പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട്. കാരണം ഇവര് വിക്ടിം പ്ലേ ചെയ്യുന്നു, ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു. ഓട്ടോമാറ്റിക്കലി ഈ പാർട്ട്ണർ സഹായം തേടുന്നത് സ്വന്തം വീട്ടിലാണ്. സ്വന്തം വീട്ടുകാർ പറയുന്നു അവൾക്ക് എന്താ കുഴപ്പം, അല്ലെങ്കിൽ അവൻ എന്താ കുഴപ്പം, ഒന്നിച്ച് ജീവിക്കാൻ നിർബന്ധിക്കുന്നു. അതെ, അപ്പൊ NPD ഇസ് നോട്ട് എന്താ പറയുന്നത്, ക്യൂറബിൾ അല്ല. തിരിച്ചറിവുണ്ടാക്കാം, CBT പോലുള്ള സാധനങ്ങൾ കൊടുത്ത് തിരിച്ചറിവുണ്ടാക്കാം, മാറ്റങ്ങൾ വരുത്താം. ക്യൂറബിൾ അല്ല,
അത് മനസ്സിലാക്കി തന്നെ ആണായാലും പെണ്ണായാലും ഒരു റിലേഷൻഷിപ്പിൽ അത് എന്താ പറയുക വിജിലന്റ് ആയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് മാം എടുത്തത്. സമയപരിധി ഉള്ളത് കൊണ്ട് ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് സമയം ക്രോസ് ചെയ്തു പോയി. സമയപരിധി ഉള്ളത് കൊണ്ട് ഒരുപാട് ഏരിയ കവർ ചെയ്ത് പോയി. കുറച്ചും കൂടി ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത്, അതായത് നാർസിസത്തിൽ തന്നെ ടൈപ്സ് ഓഫ് നാർസിസം ആണെങ്കിൽ അതൊരു ദിവസം, അതുപോലെ തന്നെ എന്താണ് ഇത് എന്നുള്ളത്, അങ്ങനെ ഓരോ ഏരിയാസും വ്യത്യസ്ത അവസരങ്ങളിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളാണ്. അപ്പം ഇനിയും നല്ലൊരു വിഷയമായിട്ട് വരിക. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമുക്ക് ഇൻട്രോ പറഞ്ഞ അഭിരാം സാറിന് താങ്ക് യു സോ മച്ച്. നല്ലൊരു ഇൻട്രോ ആയിരുന്നു. അതുപോലെ തന്നെ സെഷൻ എടുത്ത ജിഷ മാമിനും ഒരുപാട് നന്ദി. നമ്മൾ ഇത്രയും നേരം കേട്ടോണ്ടിരുന്നത് നമ്മുടെ ട്രെയിനേഴ്സ് ക്ലബിന്റെ ട്രെയിനേഴ്സ് ടോക്കിലായിരുന്നു. അപ്പോൾ ഇനി മറ്റൊരു ദിവസം നമുക്ക് ശനിയാഴ്ച മറ്റൊരു ട്രെയിനറുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്ന് ഇതിൽ ചർച്ച മുഴുവൻ കേട്ടതിനും പങ്കെടുത്തതിനും വന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പൊ സീ യു സൂൺ. Thank you. Good Good night. night, everyone. Good night.